യൂസിയുടെ പറയുണ്ടായി സഖാവ് പത്മനാഭന്റെ അനിയന് കമ്മ്യൂണിസ്റ്റ് ആകാനേ കഴിയൂ എന്നുള്ള കാര്യം പറയുണ്ടായി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പലരും ഇപ്പോൾ എം എൽ പ്രസ്ഥാനത്തിലൊക്കെ പിന്നീട് വന്ന പലരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി മുൻകാലത്ത് ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ വായനയിലൂടെ പ്രത്യയശാസ്ത്ര പഠനത്തിലൂടെ അങ്ങനെ എം എൽ പ്രസ്ഥാനത്തിലേക്കും ഒക്കെ വന്നിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് കുടുംബം, കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്നൊക്കെ പറഞ്ഞ് കുടുംബപരമായി പരമ്പരാഗതമായി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. ഇപ്പം ഞാനും ആ അർത്ഥത്തിൽ തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആയത്. ഒരു പ്രത്യയശാസ്ത്രവും പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല എന്നാണ് അതേക്കുറിച്ച് എനിക്കും പറയാനുള്ളത്. വിമോചന സമരത്തിൽ നേരത്തെ പറയുന്ന പോലെ ഞാൻ 6 വയസ്സുകാരനാണ്. ഞാൻ അതേക്കുറിച്ച് ചെറിയ കുറിപ്പ് നേരത്തെ എഴുതിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ വിമോചന സമരം നടക്കുന്ന സമയത്ത് 6 വയസ്സുകാരനാണെങ്കിലും മിക്കവാറും അതോടനുബന്ധിച്ച് നടന്ന വിമോചന സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഈ കുഴിക്കാട്ടിശ്ശേരിയിലെ അന്നത്തെ ചെറിയ റോഡിലൂടെ നടന്നിട്ടുള്ള ഒരുപാട് പ്രകടനങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളും ചാത്തൻ മാഷക്കെതിരെ ചാത്തന് കൂട്ടാൻ പൊക്കൂടെ ഉപയോഗിച്ചു കൂട്ടി പെണ്ണല്ലേ എന്നുള്ള തുടങ്ങിയുള്ള വളരെ മോശമായ അർത്ഥത്തിൽ വരെയുള്ള ഒരുപാട് പ്രകടനങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വിമോചന ജൂലൈ 31-ാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതി ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ വിമോചന സമരത്തിന്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിൽ പിരിച്ചുവിടുകയുണ്ടായി. അന്ന് രാത്രിയിലും ഇവിടെ അതിഗംഭീരമായ പ്രകടനം നടന്നു. ആ പ്രകടനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ വീട് റോഡിന്റെ വശത്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം, റോഡിനോട് ചേർന്നാണ്. അതിന് മുൻവശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ പഴയ കടമുറിയിലാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ തന്നെ ഒരു നിയന്ത്രണത്തിലുള്ള ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസും ചെത്തുതൊഴിലാളികൾ രൂപീകരിച്ച സഹകരണ സംഘത്തിന്റെ ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിന്റെ സ്റ്റോറും ഓഫീസും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് ആ കെട്ടിടത്തിന്റെ പഴയ കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ ആ കെട്ടിടം കമ്മ്യൂണിസ്റ്റുകാരുടെ, ചെത്തുതൊഴിലാളികൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഓഫീസൊക്കെ കല്ലെറിഞ്ഞ് തകർക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം എൻ്റെ തൊട്ടു പുറകിൽ തന്നെയുള്ള എൻ്റെ വീട്ടിലേക്കും ധാരാളം കല്ലുകൾ വന്ന് വീഴുകയും പേടിച്ചാറുണ്ട്. ഞങ്ങൾ 3 കൊച്ചുകുട്ടികളായിരുന്നു അന്ന്. എനിക്ക് 6 വയസ്സ്. അതിന് തൊട്ടപ്പുറത്തുമായിട്ടാണ് എൻ്റെ സഹോദരിമാർ. അപ്പോൾ അവരെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ തൊട്ടപ്പുറത്ത് വലിയച്ഛൻ്റെ വീട്ടിലേക്ക് ഓടുന്നതും ഒക്കെയുള്ള അനുഭവങ്ങൾ. പിറ്റേ ദിവസം ചേട്ടൻ മരണപ്പെടുന്നതും അതിന് അദ്ദേഹത്തിൻ്റെ ബോഡി ഞങ്ങളുടെ അവിടെ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അതിൻ്റെ തലേ ദിവസമൊക്കെ തന്നെയാണെങ്കിൽ ഇവിടെ പോലീസിൻ്റെ തേർവാഴ്ചയായിരുന്നു. പോലീസും CRPയും ഒക്കെ തന്നെയുള്ള അതിൻ്റെ തേർവാഴ്ചയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നിയന്ത്രണം മുഴുവൻ മറുപക്ഷത്തിന് ആയിത്തീർന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഈ സംഘടന നടക്കുന്ന സമയത്തും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരുപക്ഷെ പോലീസും ഒക്കെ ഇടപെട്ട് ഈ സംഘടനത്തിൽ പരിക്കേറ്റ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ള ചെത്തുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, എൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. മറുപക്ഷത്ത് അതിനേക്കാൾ ഗുരുതരമായി പരിക്കേറ്റിരുന്ന ആളുകളെ പോലും ആശുപത്രിയിൽ എത്തിക്കാനും തൃശ്ശൂർ മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കാനും രക്ഷപ്പെടുത്താനും ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ആ തരത്തിലുള്ള ഇടപെടൽ ഏകപക്ഷീയമായിരുന്നത് കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസവും നിറയെ പോലീസിൻ്റെ ഒക്കെ ആകുമ്പോഴോടുകൂടി 100 കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രകടനത്തോടു കൂടിയൊക്കെ മൃതദേഹം സംസ്കരിക്കുന്നതും അതിൻ്റെ ഓർമ്മകൾ. അപ്പോൾ എൻ്റെ അച്ഛനും ഒരു സംഘടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്ലാസ്റ്റർ ഇട്ടാണ് പിറ്റേ ദിവസം ചടങ്ങുകളിലൊക്കെ അച്ഛനൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ 6 വയസ്സുള്ള എനിക്ക് അതിൻ്റെ ഓർമ്മകളുണ്ട്. അതുപോലെ തന്നെ പിറ്റേ വർഷം അതിൻ്റെ രക്തസാക്ഷി ദിനമൊക്കെ ഇന്ന് നമ്മുടെ ഹെൽത്ത് സെൻ്ററൊക്കെ നിൽക്കുന്ന വെള്ളാഞ്ചിറ കുളത്തിൻ്റെ വടക്കവശത്തെ, കനാലിൻ്റെ വടക്കവശത്തുള്ള വിശാലമായ ഒരു പറമ്പായിരുന്നു. അവിടെ ഏതാനും അരയാൽ മരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് രക്തസാക്ഷി ദിനം ആചരിച്ചത്. ഭൂപേഷ് ഗുപ്ത അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് പിന്നീട് CPയുടെ നേതാവായിരുന്ന ഭൂപേഷ് ഗുപ്തയും ചാത്തൻ മാഷും മുൻമന്ത്രിയായ അന്ന് മന്ത്രി അല്ലാതായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രസംഗിച്ചതും അത് കാണാനായിട്ട് പോകാൻ ഒരുപക്ഷെ അച്ഛൻ കൊണ്ടുപോയതായിരിക്കാം, പോവുകയും ആ പ്രസംഗം കേൾക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഓർമ്മകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ജന്മനാൽ കമ്മ്യൂണിസ്റ്റായി തീർന്ന ഒരാളാണ് ഞാൻ മാനസികമായി. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. 6-ാം ക്ലാസ്സിലാണ് 8, 9, 10 പഠിച്ചത്.
അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ UC അവിടെ വിശദീകരിക്കണ്ടായി. അവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടന ഇല്ല, KSU ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കുട്ടികളും രക്ഷിതാക്കളും അല്ലെങ്കിൽ മിക്കവാറും മുഴുവൻ അധ്യാപകരും ഒക്കെ തന്നെ കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. ആ പക്ഷത്തുള്ള ആളുകൾ തന്നെയാണ് അങ്ങനെ സംഘടനാപരമായിട്ടല്ലെങ്കിലും അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനന്ന് ആദ്യമായിട്ട് ചാലക്കുടി മണ്ഡലത്തിലാണ്, ചാലക്കുടിയിലെ നിയോജക മണ്ഡലത്തിലെ പാർട്ടി കമ്മിറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ സ്കൂളിൽ അവിടെ KSFന്റെ യൂണിറ്റ് അവിടെ രൂപീകരിക്കുകയുണ്ടായി. ആദ്യം 9ാം ക്ലാസ്സിൽ വെച്ചാൽ അത് വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയും ഒക്കെ നേരിട്ട് കൊണ്ടാണ് ചെയ്തത്. പിന്നീട് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് CK രവി, വൈന്തലക്കാരനായ രവി, അദ്ദേഹമൊക്കെയാണ് വന്ന് അന്ന് സംസാരിക്കുകയും യൂണിറ്റ് ഉണ്ടാക്കുകയും ചെയ്തത്. അദ്ദേഹമാണ് ഒരുപക്ഷെ മറുപക്ഷത്തുണ്ടായിരുന്ന ആളുകൾ ഗുണ്ടായിസമൊക്കെ കാണിച്ച് ഞങ്ങളുടെ കുറച്ച് പേരാണ് ഞങ്ങളുടെ ഇതിനകത്തുള്ളത്. അന്ന് KSF ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഞങ്ങൾക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹമാണ് അത് ആ വെല്ലുവിളി നേരിട്ട് ഏറ്റെടുത്ത് ക്ലാസ് നടത്തി. ക്ലാസ്സിൽ കേൾക്കാനുള്ളവർ നിങ്ങൾ കേട്ട് നന്നാവണമെങ്കിൽ നന്നായിക്കോ എന്ന് പറഞ്ഞ് മിണ്ടാടാതിരുന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് മീറ്റിങ്ങിൽ അവർ കയ്യേറിയ ആളുകളെ കൂടി കുറെ പേരെ ഇരുത്തി മറ്റുള്ളവരൊക്കെ പോയി. അങ്ങനെ ആ യോഗം നടത്തുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അവിടെ സ്കൂളിന് മുമ്പിൽ നമ്മൾ അതിൻ്റെ ചില പരിപാടികൾ, പൊതു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോകുന്നതിന് ശേഷം അന്ന് ഉണ്ടായിരുന്ന ആളുകൾ പലരും ആ പരിപാടിയിൽ വളരെ സജീവമായിട്ട് ഇന്നിപ്പോൾ കുഴിക്കാടിശ്ശേരിയിലൊക്കെ ഉള്ള പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ തയ്യിൽ ഇവിടെ കുറേ പേര് കുഴിക്കാടിശ്ശേരിക്കാരുള്ളതുകൊണ്ട് അവർക്കറിയാം. തയ്യിലെ അപ്പു, അതുപോലെ തന്നെ ഉള്ളാട്ടിപ്പറമ്പില് അശോകൻ എന്ന് പറയുന്ന ആള്, പിന്നീട് ആധാര എഴുത്തുകാരനായ എടത്താട്ടിൽ വിജയരാജ്, പിന്നീട് പഞ്ചായത്ത് മെമ്പറായി തീർന്ന ആളൂരിലെ തന്നെ സിദ്ധാർത്ഥ മാഷ്, ആളച്ചേട്ടൻ രാജൻ, ഇങ്ങനെ കുറേയധികം ആളുകളാണ്. UC അന്ന് രൂപീകരിച്ചത് 8ാം ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് അന്ന് 8ാം ക്ലാസ്സിലെ ആ യോഗത്തിൽ എനിക്ക് ഓർമ്മയില്ല UC ഉണ്ടായിരുന്നു എന്നുള്ളത്. ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് 8ാം ക്ലാസ്സിലാണെങ്കിലും. അപ്പൊ അവരൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് അന്നത്തെ യോഗം നടക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പോയപ്പോഴും ക്രൈസ്റ്റ് കോളേജിൽ പിന്നീട് ഇവിടെയൊക്കെ കുഴിക്കാടിശ്ശേരിയിലൊക്കെ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരായി വന്ന പല ആളുകളും ഒന്ന് ക്രൈസ്റ്റിൽ പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നുണ്ട്, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അവരാരും ഒന്ന് KSF എന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ അറിയപ്പെടാൻ അവർ ശ്രമിച്ചിട്ടില്ല. നല്ല കുട്ടികളായി പഠിക്കുക തന്നെയായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലെ കാര്യം ഞാൻ പറഞ്ഞു വന്ന് അത് ഒന്നുകൂടി പറയുന്നു. ഞാൻ SLC പാസ്സാവുന്നത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി. അന്ന് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 360 മാർക്കാണ് ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടത് വിജയിക്കുന്നത്. ഇന്നത്തെ പോലെ മാർക്ക് വാരി കൊടുക്കുന്ന കാലമല്ല. ആളൂർ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 2ാമത്തെ വിദ്യാർത്ഥിയായിട്ട് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് എൻ്റെ പ്രത്യേക സമ്മാനമൊക്കെ അന്ന് കിട്ടുന്നുണ്ടായി. ഞാൻ പറഞ്ഞത് അത് സമരം ചെയ്തു. അവിടെ അതുവരെ ആരും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനയും ഒന്നും രൂപീകരിക്കാതിരുന്നു. എന്നിട്ടും ഞാൻ പഠിച്ചിട്ട് എൻ്റെ പഠനത്തെ ഒന്നും ബാധിച്ചില്ല. നല്ല രീതിയിൽ തന്നെ നടന്നിരുന്നു പഠനം. ഞാൻ ക്രൈസ്റ്റ് കോളേജ് ചെന്നപ്പോഴും അത് തന്നെയാണ്. ഞാൻ പ്രേരിപ്പിച്ചിരുന്ന ആ കൊല്ലം തന്നെ അവിടെ KSF എന്ന് പറയുന്ന സംഘടന വളരെ ന്യൂനപക്ഷമായ ഒരു സംഘടനയാണെന്ന്. അന്ന് KSU അവിടെ വളരെ സജീവമാണ്, ശക്തമാണ്. KSU ആണ് അവിടെ നേതൃത്വപരമായ എല്ലാ സ്ഥാനങ്ങളും വഹിക്കുന്നതും നേതൃത്വപരമായി പങ്ക് അവർക്ക് തന്നെയാണ്. അപ്പൊ പക്ഷെ എന്നിട്ടും അവിടെ യൂണിറ്റ് ഉണ്ടാക്കുന്നതിൽ അതിൽ സജീവമായി നിൽക്കുകയും അവിടെ നടന്ന സമരം KSUവിന്റെ ആളുകൾ ആ സമരത്തെ തല്ലിയോടിക്കുക തന്നെയാണ് ചെയ്തത്. ആദ്യം നടക്കുന്ന സമരം, ഫസ്റ്റ് ഇയർ ഞാൻ ചെന്ന കൊല്ലത്തിൽ നടക്കുന്ന സമരത്തെ അവർ അടിച്ചു ഓടിക്കുകയാണ് ചെയ്തത്. ഒപ്പം ഓടാനും അതിന്റെ കൂടെ നിന്ന് അവസാനം ഓടാനും ഞാനും ഉണ്ടായിരുന്നു. ഇന്നൊക്കെ പിന്നീടുള്ള പല ആളുകളും രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചില ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു NSFന്റെ ഭാഗത്ത്. അപ്പൊ അന്നും സജീവമായ രാഷ്ട്രീയ പ്രവർത്തന പ്രീഡിഗ്രി കാലത്തും ഇതിന്റെ 2ാം വർഷം പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന 69ലാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് LDFന്റെ അന്നത്തെ ഇടതുപക്ഷ മുന്നണി രണ്ടായി പിളരുന്നതും CPI മറുപക്ഷത്ത് കോൺഗ്രസുമായി ചേർന്നിട്ടുള്ള ഭരണം വരുന്നതും ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിനെതിരായി അതിരൂക്ഷമായ സമരങ്ങളാണ് അന്ന് കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. അപ്പൊ അവിടെ താലൂക്ക് ഓഫീസിന് മുമ്പിൽ, മൂന്നര താലൂക്ക് ഓഫീസിന് മുമ്പിൽ വലിയൊരു പ്രക്ഷോഭം, പിക്കറ്റിംഗ് സമരം നടന്നിരുന്നു. ഞാനന്ന് 2ാം വർഷം പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അന്ന് ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ അതിൽ പോവുകയും ലാത്തി ചാർജ് നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി തല്ലുകൊള്ളാതെ എൻ്റെ കൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വളരെ ഭീകരമായി അടിയേറ്റ് ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നാലും അതിനോടൊപ്പം നിന്ന് ആ സമരത്തിനും പിക്കറ്റിങ്ങിലും പങ്കെടുക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എവിടെയും നടക്കുമ്പോൾ
ആ തരത്തിൽ ഒപ്പം നിൽക്കുമ്പോൾ സജീവമായി നിൽക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം അന്ന് KSYF എന്ന് പറയുന്ന സംഘടനയാണ്, യുവജന സംഘടന, DYFI രൂപീകരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആ KSYF രൂപീകരിക്കപ്പെടുന്ന സമയത്തും ഇവിടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ് ആളൂർ. ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് കുഴിക്കാട്ടുശ്ശേരിയിൽ KSYFന്റെ യൂണിറ്റ് ആദ്യമായിട്ടുണ്ടാക്കി അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാലക്കുടി മണ്ഡലം കമ്മിറ്റി ആദ്യമായിട്ടുണ്ടാകുന്നത് അന്നായിരുന്നു. മരിച്ചുപോയ എൻ്റെ അന്ന് മുതലേയുള്ള കുടുംബ സുഹൃത്തുമായിട്ടുള്ള മണിലാൽ, ആ മണിലാൽ സെക്രട്ടറി ആയിട്ടാണ് ആദ്യത്തെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ES ജോർജ്, പിന്നീട് CPM റെഡ് സ്റ്റാറിൻ്റെ ഒക്കെ നേതാവായി തീർന്ന ES ജോർജ്, ഇപ്പോൾ അദ്ദേഹം ഇല്ല. അപ്പോൾ അദ്ദേഹവും ഞങ്ങൾ 3 പേരാണ് അവിടുത്തെ മണ്ഡലം കമ്മിറ്റി അന്ന് രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന. എനിക്ക് ഓർമ്മയിലുള്ള 3 പേര്, വേറെ ചിലരുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മൂന്നുപുരം താലൂക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ആദ്യമായിട്ടാണ് ആ താലൂക്ക് കമ്മിറ്റി KSYF ഉണ്ടാക്കുന്നത്. ആ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഞങ്ങൾ 3 പേരും ആ കമ്മിറ്റിയിലുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന രഘുമാഷ ചേട്ടൻ അഡ്വക്കേറ്റ് ഗോപിനാഥൻ, അദ്ദേഹമായിരുന്നു അന്ന് അതിൻ്റെ പ്രസിഡന്റ്, കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ചാലക്കുടിയുള്ള ഒരു രാമേന്ദ്രനാണ് സെക്രട്ടറി ആയിരുന്നത്. ആദ്യത്തെ കമ്മിറ്റി 3-4 കമ്മിറ്റി യോഗത്തിന് ഞങ്ങൾ പങ്കെടുത്തതിൻ്റെ ഓർമ്മകളും ഉണ്ട്. അപ്പോൾ അത് പിന്നെ KSYFന്റെ തന്നെ അന്ന് കൊമ്പടിയിലൊക്കെ നമ്മൾ യൂണിറ്റ് ആദ്യമായിട്ട് നടക്കുന്നത് കൊമ്പടിയിൽ ഒരു പരിപാടി വെച്ച് ചെയ്തത് KSYFന്റെ സംസ്ഥാന ജാഥയ്ക്ക് സ്വീകരണമാണ്. ആ സംസ്ഥാന ജാഥ വരുന്നത് S രാമചന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിലാണ്. സംസ്ഥാന ജാഥ ഒരു വാഹനം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലെ ഒരുപാട് പൈലറ്റ് വാഹനങ്ങളും അലങ്കാരങ്ങളും ഉള്ള ഒരു കാലമായിരുന്നില്ല അത്. അപ്പോൾ അന്ന് ഒരു വാഹനം മാത്രമാണ് കൊമ്പടിയിൽ ആദ്യമായിട്ട് KSYFന്റെയും CPMന്റെ തന്നെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഒരു പരിപാടിക്ക് സ്വീകരണം കൊടുക്കുന്നത് KSYFന്റെ SRP എന്ന് നമ്മൾ നേതൃത്വത്തിലെല്ലാം അറിയപ്പെടുന്ന, കേരളത്തിലും ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് SRP രാമചന്ദ്രൻപിള്ള. ആ ജാഥയുടെ സ്വീകരണം കഴിഞ്ഞിട്ട് അന്നത്തെ ജാഥയിൽ മുഴുവൻ തന്നെ അദ്ദേഹത്തോടൊപ്പം ഒറ്റ വാഹനത്തിലാണ് ഞാനും ആ വാഹനത്തോട് തുടർന്നുള്ള ജാഥയുടെ പര്യടനത്തിൽ സഞ്ചരിച്ചിരുന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് EMSന് കൊമ്പടി ജംഗ്ഷനിൽ ഒരു സ്വീകരണം കൊടുക്കുന്നതും അക്കാലത്ത് തന്നെയാണ്. EMS അന്ന് കൊമ്പടിയിൽ വരുന്നത് 1 ലക്ഷം ഫണ്ട് പിരിക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പോൾ 1 ലക്ഷം ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെ സംസ്ഥാന തലത്തിലാണ് വലിയ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് കാര്യങ്ങൾ ചെയ്ത് ഓരോ സ്ഥലത്തും സ്വീകരണം വാങ്ങി നോട്ടുമാലയൊക്കെ ഇടിയിച്ചിട്ട് 1 ലക്ഷം രൂപയുടെ ഫണ്ട് പിരിക്കുന്നത് അന്ന് അത്രയാണ്. അതാണ് അന്നത്തെ ഏറ്റവും വലിയ ഫണ്ട് പിരിവ് എന്ന് പറയുന്നത്. പാർട്ടിയുടെ 1 ലക്ഷം ഫണ്ട് പിരിക്കില്ല. ഇന്നിപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ വിചാരിച്ചാൽ, ആ പാർട്ടിയുടെ അല്ല, ഏത് മണ്ഡലം കമ്മിറ്റി ആയാലും ഏത് കമ്മിറ്റി ആയാലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ വിചാരിച്ചാൽ 5 ലക്ഷം രൂപ ഫണ്ട് ഫോൺ ചെയ്താൽ പാർട്ടികൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലമാണിത്. അന്ന് ആ ജാഥയ്ക്ക് കൊമ്പടിയിൽ ആദ്യമായിട്ട് സ്വീകരണം കൊടുത്തു EMSന്റെ നേതൃത്വത്തിൽ ആ ഫണ്ട് ഏറ്റുവാങ്ങാൻ വന്നത്. അപ്പൊ അന്ന് 101 രൂപയാണ് അന്ന് മാലയിട്ട് EMSന് സ്വീകരിച്ചത്. EMSന്റെ പ്രസംഗവും അവിടെ പഴയ കൊമ്പടിയിൽ നടക്കുന്നത്. 101 രൂപ, ഒറ്റ രൂപയും 2 രൂപയും നോട്ടുകളുടെ മാല ഉണ്ടാക്കിയിട്ട് ആ 101 രൂപയുടെ മാല ഇട്ടിട്ട് അന്ന് EMSനെ അവിടെ സ്വീകരിക്കും. അത് പക്ഷെ അന്ന് നടന്ന EMSന്റെ നടന്ന അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ആ സമയത്ത് തന്നെ ഞാൻ ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 70കളുടെ അടുത്ത് തന്നെയുള്ള സമയത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തും വളരെ സജീവമായി തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും വളരെ പഞ്ചായത്തിൽ മുഴുവൻ തന്നെ, പഞ്ചായത്തിൽ തന്നെ CPMനൊക്കെ അന്ന് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ, ആളൂരിൽ 2-3 സഖാക്കൾ ആളൂരിലുണ്ട്. തങ്കപ്പൻ, പിന്നീട് പാർട്ടിയുടെ ഒക്കെ സജീവമായിരുന്ന തങ്കപ്പേട്ടൻ, അതുപോലെ തന്നെ ഒരു ദേവസിക്കുട്ടി, ഒരു ജോസഫ്, ഇങ്ങനെ 2-3 പേര് ആളൂര് എടത്താടൻ സെന്ററിൽ പോകുമ്പോൾ എടത്താണ്ട് കുഞ്ഞയ്യപ്പേട്ടൻ എന്ന് പറയുന്ന EC കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്ന ആൾ, കല്ലേറ്റങ്കരിൽ KK ഉണ്ണി എന്ന് പറയുന്ന പഴയ ഇവരൊക്കെയാണ് ആകെ ഉള്ളത്. പിന്നെ താഴേക്കാട് വരുമ്പോൾ ഒരു സുബ്രഹ്മണ്യ മൂലക്കാട് ഉണ്ണിയേട്ടൻ എന്ന് പിന്നെ വിളിക്കുന്ന സുബ്രഹ്മണ്യേട്ടൻ, ഇങ്ങനെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് പാർട്ടിക്ക് ബ്രാഞ്ച് പോലും ആളൂര് മാത്രമാണ്. പാർട്ടി ബ്രാഞ്ച് ഉണ്ടാക്കിയതിനെ പറ്റിയൊക്കെ അടുത്തിടെ അടിയന്തരാവസ്ഥ സ്മരണകളിൽ പോളുമാഷ് എഴുതിയ ഒരു പത്രത്തിലൊരു ആളുമായൊരു അഭിമുഖം വന്നിരുന്നു. ദീപിക പത്രത്തിലാണെന്ന് തോന്നുന്നു. അത് കുറച്ച് വിവാദങ്ങളും ആശയക്കുഴപ്പങ്ങളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ട് പല ആളുകളിലും. പാർട്ടി ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ആളൂരിൽ തന്നെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. പോളുമാഷ് വരുന്നതിന് മുമ്പ് അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ചെറിയ ബ്രാഞ്ചായിരുന്നു. പക്ഷെ താഴെ കുഴിക്കാട്ടുശ്ശേരിയിൽ അങ്ങനെ ആദ്യമായിട്ടൊരു പാർട്ടി ബ്രാഞ്ച് ഉണ്ടാക്കുന്നതും ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയെ ബന്ധപ്പെട്ട് TR സോമസുന്ദരം എന്ന പഴയ അന്നത്തെ പാർട്ടിയുടെ മണ്ഡലം നേതാവ് കുഴിക്കാട്ടുശ്ശേരിയിൽ വന്ന് ഇവിടെ തെക്കൂടൻ അപ്പുച്ചേട്ടൻ എന്ന് പറയുന്ന
ചെത്തുലാളിയായിരുന്ന സഖാവ്. അപ്പോൾ ആള് വീട്ടിൽ വെച്ച് യോഗ ചേർന്നാണ് കുഴിക്കാട്ടിൽ CPM-ന്റെ ആദ്യത്തെ ബ്രാഞ്ച് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാനന്ന് വളരെ ചെറിയ പ്രായമാണ്, പക്ഷേ ആ പ്രായത്തിൽ തന്നെ ഞാൻ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 69 മുന്നണി രണ്ടായി മാറിയതിന് ശേഷം പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ TN ജോസഫ് മാഷ്, ഈ താഴെക്കാടുള്ള തോട്ടാപ്പള്ളി ജോസഫ് മാഷ് അസംബ്ലിയിൽ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി പഞ്ചായത്തിൽ മുഴുവൻ ഞാൻ വ്യാപകമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള മുൻകൈ എടുക്കുന്ന ആളുകൾ കുറവായിരുന്നു കൊണ്ടാണ് എനിക്ക് അത്തരത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞാൻ അങ്ങനെ ചെയ്ത് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അത് സൂചിപ്പിക്കാൻ കൂടിയാണ്, ഞാൻ CPM-ലേക്ക് വരുന്ന സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ TN ജോസഫ് സ്വതന്ത്രനാണ്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിലുള്ള ചില ആളുകൾ, മുതിർന്ന നേതാക്കന്മാർ, ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല, ചാലക്കുടിയിൽ ഉള്ള വളരെ മുതിർന്ന സീനിയറായിരുന്ന ഇപ്പോഴില്ലാത്ത ഒരു നേതാവും അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ഇത്ര സംഖ്യ കാരണം പാർട്ടി ഓരോ പരിപാടിക്കും വേണ്ടി വരുന്ന ചെലവ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനിടയിൽ ഇത്ര പണം തരണം എന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ സാഹചര്യം ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം മുതൽ അദ്ദേഹം അവിടെ പോയത് UC-യുടെയൊക്കെ അടുത്തുള്ള, ആദ്യം ഇവിടെ ഈ പ്രദേശത്ത് ഒരുപക്ഷെ UC-യുടെ ഒപ്പം തന്നെ ML പ്രസ്ഥാനത്തിലേക്ക് വന്ന നൈന മുഹമ്മദ് എന്ന് പറയുന്ന താഴേക്കാടുള്ള ആ ഭാഗത്ത് UC-യുടെ ഭാഗത്തുണ്ടായിരുന്ന നൈന മുഹമ്മദ്. അദ്ദേഹം വളരെ ധീരനായ, എന്ത് നേരിടാനൊക്കെ ശക്തനായ ഒരു സഖാവായിരുന്നു. ആ നൈന മുഹമ്മദിനെ കൂട്ടി ആണ് പിറ്റേ ദിവസം മുതൽ അദ്ദേഹം പാർട്ടി ഓഫീസിൽ പോയത്. അത് അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇലക്ഷന് അവിടെ പോയി അദ്ദേഹം സ്ഥാനാർത്ഥി എന്നുള്ള പര്യടനമൊക്കെ നടത്തുന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായി. താഴേക്കാട് ഭാഗത്ത് വലിയ തോതിൽ അതിനെതിരെ ഉള്ള പ്രചരണങ്ങളുണ്ടായി. താഴേക്കാട് യോഗം ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗത്തിലൊക്കെ തന്നെ അതിനെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുന്ന മാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതിനുശേഷം അതിൽ നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് അത് കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പാർട്ടി നേതൃത്വം ഉറപ്പ് നൽകിയത്. പക്ഷെ അതിനുശേഷം അടുത്ത 71 പാർലമെന്റിലേക്ക് ഇലക്ഷൻ വരുന്നുണ്ട്. പാർലമെന്റിലേക്ക് ഇലക്ഷൻ വരുന്ന സമയം വരെ അതിലൊരു നടപടിയും ആ കാര്യത്തിലുണ്ടായില്ല. പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇവിടെ നടക്കുന്നുണ്ട്, നമ്മളത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നൽകിയ ഉറപ്പുകൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നടപടികളോ അന്വേഷണങ്ങളോ ഉണ്ടാകുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് താഴേക്കാട് യോഗം നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് കൺവെൻഷന് യോഗം വിളിച്ചപ്പോൾ അവിടെ ശക്തമായി ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഇവിടെ നിന്നുള്ള ആളുകൾ പ്രവർത്തിക്കില്ല എന്നുള്ള തരത്തിൽ. പക്ഷെ അവസാനം പങ്കെടുത്ത നേതൃത്വത്തിലുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കണം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ഇതിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യത്തിൽ നടപടി ഉണ്ടാകും, അതിൽ അന്വേഷണം നടക്കും. അന്വേഷണം എന്ന് വെച്ചാൽ ഇതിന് കുറ്റക്കാരെന്ന് പറയുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് മറുപക്ഷം AC ജോർജ് എന്ന് കോൺഗ്രസ് നേതാവാണ്. അന്ന് CO പോൾ എന്ന് പറയുന്ന CPI-യിലെ നേതാവായിരുന്ന, പിന്നീട് CPM-ലേക്ക് മാറി വന്ന ആ സമയത്ത് മാറി വന്ന നേതാവാണ്. അന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് അദ്ദേഹം വളരെ കുറഞ്ഞ വോട്ട്, വളരെ എന്താ പറയുക, വലിയ ഭൂരിപക്ഷത്തിന് AC ജോർജ് അവിടെ ജയിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്യുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാർട്ടിയുടെ പ്രവർത്തനം വളരെ രൂക്ഷമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കാരണം ഈ ഇടതുപക്ഷ മുന്നണി പിളർന്ന് മറുപക്ഷത്ത് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അച്യുതമേനോന്റെ നേതൃത്വത്തിൽ CPI കൂടി പങ്കാളിയായുള്ള ഒരു സർക്കാർ, അതിനെതിരെ CPM-ന്റെ പക്ഷത്ത് നിരന്തരമായ സമരങ്ങൾ, ആ സമരത്തെ വളരെ ശക്തമായ രീതിയിൽ ആ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണത്. അന്നാണ് UC നേരത്തെ സൂചിപ്പിച്ച ഒരു ലാത്തിച്ചാർജിൻ്റെയൊക്കെ പ്രശ്നം സൂചിപ്പിച്ചത്. വളരെ കൊമ്പടിഞ്ഞാമാക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു CPM-കാരനും പോലും ഇല്ലാത്ത, ഒരു കച്ചവടക്കാരനും പോലും CPM-ന്റെ പക്ഷത്തോ ഒക്കെ നിൽക്കുന്നവരൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഹർത്താൽ. ഏത് ഹർത്താലിനും ഹർത്താലില്ല എന്ന് ബന്ദ് തന്നെയാണ്. ഏത് ബന്ദിനും ഒരു കടകൾ തുറക്കാൻ അടപ്പിക്കാൻ ശ്രമിക്കാറില്ല മുമ്പൊന്നും.
പക്ഷെ 2 ഹർത്താൽ ബന്ദുകൾ അതിനിടയ്ക്ക് നടന്നപ്പോൾ ഞങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ ആളുകൾ സംഘടിച്ച് കുഴിക്കാടിശ്ശേരിയിൽ നിന്ന് തന്നെയാണ് 2 പ്രാവശ്യവും നമ്മളിവിടെ വലിയ പ്രകടനമായിട്ട് പോയി, രാത്രി പോയി കടകൾ അടയ്ക്കണം, ഒരു ഭീഷണിപ്പെടുത്തുന്നതല്ല, കടകൾ അടയ്ക്കുക, സഹകരിക്കുക, സംഘർഷങ്ങൾ ഒഴിവാക്കുക, ഈ പ്രശ്നത്തിൽ നിങ്ങളും സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പന്തംകുളത്തിൽ വലിയ ഒരു ശക്തി കാണിച്ചുകൊണ്ട് തന്നെയുള്ള പ്രകടനം നടത്തി. പിറ്റേ ദിവസം കടകൾ അടപ്പിക്കാൻ വേണ്ടി പകല് തന്നെ സാധാരണ ബന്ദിനൊക്കെ ഉണ്ടാകാറുള്ള പോലെ പ്രകടനം നടത്തിയാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് ആദ്യത്തെ പ്രാവശ്യം അവിടെ പ്രസ് നടത്തുന്നത് കുഞ്ഞായിപ്പേട്ട കരുണ പ്രസ് നടത്തുന്ന ആൾ, അദ്ദേഹം ഒരു ശക്തനായ കോൺഗ്രസ് നേതാവാണ്, പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്സിൽ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകൾ, പ്രവർത്തകർ മുഴുവൻ സംഘടിച്ചിരുന്നു എന്ന്. അപ്പോൾ അത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താഴേക്കാട് എന്നുള്ള രവി എന്ന് പറയുന്ന തെക്കുടൻ രവി എന്ന് പറയുന്ന സാഹചര്യമായിട്ട് രൂക്ഷമായ അടിയൊക്കെ നടക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കടകൾ അടപ്പിക്കുക എന്നുള്ള ദൗത്യം പരാജയപ്പെട്ടു, നടന്നില്ല, കടടപ്പിക്കാൻ പറ്റില്ല ഹർത്താലിന്. 2ാമത്തെ ഹർത്താലിനാണ് ബന്ദ് വന്നപ്പോഴാണ്, അതും ഈ സമയത്ത് തന്നെയാണ് ആ ബന്ദിന് കടകളടപ്പിക്കാൻ വേണ്ടി ഇവിടെ ബന്ദിൻ്റെ അന്ന് രാവിലെ ഉറുവത്ത് പീഡിയ സെന്ററിൽ പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ ആളുകളും, പരമാവധി ആളുകളെ ഇവിടെ എത്തി, ഇവിടെ നിന്ന് പ്രകടനമായി പോയി അവിടെ ഇത് നടത്താനാണ് തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ഇവിടെ അങ്ങനെ സംഘടിച്ച് ഇവിടെ പ്രകടനം നടത്താൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് വന്നത്. അല്ലപ്പൻ എന്ന് പറയുന്ന പോലീസ് SI ആണെന്നുണ്ടായിരുന്നത്. നല്ല 1-ാം തരം കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ കരുണാകരൻ്റെ തട്ടകത്തിൽ കരുണാകരന് വേണ്ടി പോലീസ് ഭരണം നടത്തുന്ന ഒരു SI ആയിരുന്നു അയാൾ, അല്ലപ്പൻ. അപ്പോൾ അവിടെ പോലീസ് വണ്ടി നിർത്തി. ഞങ്ങൾ അവിടെ നിന്ന് ആരും ഓടിയൊന്നുമില്ല. പോലീസ് ജീപ്പ് വന്നൊരു ഹർത്താൽ ഞങ്ങൾ പ്രകടനം നടത്തുന്നതിന് ബന്ദിൻ്റെ ദിവസം ആളുകൾ ഓടേണ്ട കാര്യമില്ല എന്നാണ് ധരിച്ചിരുന്നത്. അത് എല്ലാവരും നിന്നു. പക്ഷെ പോലീസ് എല്ലാവരെയും വളഞ്ഞിട്ട് പിടിക്കുകയും എല്ലാ ആളുകളെയും അവിടെ പോലീസ് ജീപ്പ്, സാധാരണ ഒരു ജീപ്പാണ്, ചെറിയ ഒരു പോലീസ് ജീപ്പാണ്, അതിനകത്തേക്ക് ഇടിച്ച് കൊള്ളാവുന്നതിൻ്റെ ഒരു മടങ്ങ് ആളുകളെ ഇടിച്ച് കയറ്റി ആ ജീപ്പിൽ കൊണ്ടുപോയി. എല്ലാവരെയും മർദ്ദിച്ചാണ് പോലീസ് വണ്ടിയിലേക്ക് കയറ്റിയത്. പക്ഷെ കുറെ പേര് അപ്പോഴും എനിക്ക് തോന്നുന്നു 3/4 ഭാഗത്തോളം ആളുകൾ ബാക്കിയാണ്. അപ്പൊ അവരെ മുഴുവൻ അവിടെ റൈസ് മില്ല് ഉണ്ടായിരുന്നു, അവിടെ റൈസ് മില്ലിന് മുമ്പിൽ നിരത്തി നിർത്തി പോലീസുകാരും കാവല് നിർത്തി അവർ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ 2ാമത്തെ സെക്ഷനിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സുഗതം മാഷ്, ഇന്ന് ഇല്ലാത്ത സത്യമാഷ ചേട്ടൻ, ഒരുപക്ഷെ പഴയ ആളുകളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. സുഗതം മാഷൊക്കെ ഉണ്ടായിരുന്നു. വളരെ എനിക്ക് പോലും ഓർക്കുമ്പോൾ എങ്ങനെ ഞാനതൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് പറ്റുന്ന ആളല്ല. സുഗതം മാഷ് ഞാനൊക്കെ അരയിൽ സൈക്കിൾ ചെയിൻ കെട്ടിയിരുന്നു, നേരിടാൻ വേണ്ടിയാണ്, ബന്ദിൽ നേരിടാൻ വേണ്ടി സൈക്കിൾ ചെയിൻ. എനിക്കറിയില്ല ഞാനൊക്കെ എന്ത് സൈക്കിൾ ചെയിൻ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ല. അപ്പൊ സൈക്കിൾ ചെയിനൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ 2 പേരെയും ആ റൈസ് മില്ലിന്റെ അവിടെ ആ ഇറയത്ത് കയറ്റിയാണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ സുഗതം മാഷ്ക്ക് യാദൃശ്ചികമായിട്ട് ഭാഗ്യവശാൽ ആ സൈക്കിൾ ചെയിൻ പതുക്കെ അഴിച്ച് പുറകിലേക്ക് ഇടാൻ പറ്റി, ആ ജനലിലൂടെ റൈസ് മില്ലിലേക്ക് ഇടാൻ പറ്റി. ഞാൻ നിൽക്കുന്ന സ്ഥലം അതിന് പറ്റിയ സ്ഥലമല്ല, എനിക്ക് പറ്റിയില്ല. അപ്പോൾ അന്ന് പോലീസ് ജീപ്പിൽ അവർ ഇടിച്ച് കയറ്റി. എനിക്ക് വീണ്ടും മറ്റൊരു അബദ്ധവും കൂടി പറ്റി. ഞാൻ പോലീസ് ജീപ്പിൽ കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിലൂടെ കയറാൻ പോയി എന്നുള്ളത് ആണ്. ഫ്രണ്ടിൽ അത് പോലീസ് ഓഫീസർ കയറിക്കോളെന്നും പറഞ്ഞ് 2 ഇടി കൂടുതൽ നിന്ന് പുറകിലെ വണ്ടിയിൽ പോയി പുറകെ കയറേണ്ടി വന്നു എനിക്ക്. അത് തിരക്കിലും ഇടയിൽ അങ്ങനെ സംഭവിച്ചു പോയതാ. അങ്ങനെ പോയി അവിടെ പോകുന്ന വഴിയിലാണ് ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയാന്ന് ആലോചിച്ചിട്ട് ഞാൻ പതുക്കെ ആ ചങ്ങല അഴിച്ച് പോലീസ് ജീപ്പിന്റെ സീറ്റിനടിയിലേക്ക് തള്ളി വെച്ചു. അവിടെ ചെന്നിരുന്ന് ഞങ്ങളെ ഇറക്കി. വീണ്ടും അടുത്ത ട്രിപ്പ് ആളുകളെ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോലീസ് ജീപ്പ് പോകുന്നു. ആ പോലീസ് ജീപ്പിൽ ഇവിടെ വന്ന് വീണ്ടും ഒരു സെക്ഷൻ ആളുകളെ കൂടി കൊണ്ടുവരുമ്പോൾ അതിനിടയിൽ ഈ സൈക്കിൾ ചെയിൻ അവർക്ക് ഇട്ടിരുന്നു. അപ്പൊ അവിടെ ആരാണ് അവിടെ അതിന് വണ്ടിയിൽ ഇട്ടത് എന്നറിയാൻ വേണ്ടി അവിടെ ഞാൻ ഉൾപ്പെടെ 5-6 പേരെ അവര് മർദ്ദിച്ചു. കരണത്തെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. 2 കരണത്തൊക്കെ ആഞ്ഞടിച്ചു. അത് കഴിഞ്ഞ് പോയിട്ട് വരാം, ഞങ്ങൾ കണ്ടെത്തി ആരാന്നുള്ള കാര്യം ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അന്ന് കൂടുതൽ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ആളുകളെ 3-4 ട്രിപ്പായിട്ട് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് വേണ്ടി വന്നു കൊമ്പടിയിലേക്ക് പോകാനോ ആളൂരിന്ന് വരുന്ന ആളുകളെ കൊണ്ടുവരാൻ പോകുന്നു. അവിടെയാണ് UC പറഞ്ഞ നേരത്തെ അമ്പ അന്ന് ആ ചവിട്ട് യൂണിയനിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോലീസിനെ കബളിപ്പിച്ച് കുളത്തിന്റെ അക്കരെ നിന്ന്
ഇപ്പുറത്തേക്ക് അശ്ലീലാംഗ്യം കാണിക്കുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ തിരിച്ചെത്തുന്നതിനിടയ്ക്ക് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയാവുന്ന പിടിയില്ല. മറ്റുള്ളവർ ഞാൻ ചെയ്തൊരു കാര്യത്തിന് മറ്റുള്ളവർ അടികൊള്ളുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നതിനിടയിൽ എനിക്ക് പരിചയമുള്ളൊരു ബാലൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ആ ബാലൻ എന്ന് പറഞ്ഞ പോലീസുകാരനോട് ഞാൻ എൻ്റെ ഇത് തുറന്നു പറഞ്ഞു, ഞാനാണ് ഈ സൈക്കിൾ ചെയിൻ കൊണ്ടുവന്നത്, അതിലിട്ടതും എന്ന് തുറന്നു പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാനത് തുറന്നു പറയാം എന്ന് പറയല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. പറഞ്ഞു പറയണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം, വെറുതെ ആവശ്യമില്ലാതെ അത് പറഞ്ഞ് ഇതുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അയാൾ അത് SI അല്ലപ്പനോടൊക്കെ പറഞ്ഞു കാണും. വന്ന് തിരിച്ചറിഞ്ഞ് അല്ലപ്പൻ അവിടെ ഇരുന്നതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ആഞ്ഞ് കരണത്തൊരു അടി അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം ബാലനതില് കാര്യം പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് അവിടെ പോയിരുന്നു, ഇനി ഇത്തരം കാര്യങ്ങൾക്ക് പോയാൽ ഇതൊന്നും ആയിരിക്കില്ല അനുഭവം, ഇത്തരത്തിലുള്ള പണിക്ക് പോയാൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരത്തില് ഞാൻ ഇത് പറഞ്ഞത് ഈ സംഭവങ്ങൾ വിവരിക്കലല്ലോ നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ഇത്രയും വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകിയ ഉറപ്പുകൾ, ഈ ഇതുമായി ബന്ധപ്പെട്ട ചാലക്കുടിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. ഞാൻ ജില്ലാ സെക്രട്ടറി മാമക്കുട്ടിയായിട്ടാണ് അന്ന് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. തൃശ്ശൂരിൽ പോയി ഇതിന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അവസാനം നമ്മളോട് പറയുന്നത് അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന സാധാരണ അതൊക്കെ സംഭവിക്കും, അതിന്റെ പലതും നടന്നുണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പേരിൽ അത് ചെയ്ത ആളുകൾക്കെതിരെ നടപടി എടുക്കാനൊന്നും പോയ പാർട്ടിയിൽ ആളുണ്ടാവില്ല, മറ്റിലോ എന്തൊക്കെ പറഞ്ഞ് ഒഴിയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്തെഴുതുകയാണ് ചെയ്തത്. ഞാൻ പാർട്ടിയുടെ മെമ്പർഷിപ്പും പാർട്ടി സെക്രട്ടറി സ്ഥാനവും ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു, പാർട്ടിയിൽ തുടരും, സാധാരണ പ്രവർത്തനമായി തുടരുമെന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷവും പാർട്ടിയിൽ സാധാരണ പ്രവർത്തനമായിട്ട് തുടരുന്നുണ്ട്. ആ സമയത്താണ് ഞാനന്ന് എൻ്റെ വീട്ടിലെ മുമ്പിലുള്ള പഴയ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കള്ള് സ്റ്റോറൊക്കെ നടത്തിയിരുന്ന ആ സ്ഥലത്ത് പിന്നീട് എൻ്റെ അച്ഛൻ മരിക്കുന്നതുവരെ അദ്ദേഹം അവിടെ ചെറിയ കച്ചവടങ്ങൾ, ചെറിയ തോതിലുള്ള ചെറിയ ചില്ലറ കച്ചവടം നടത്തിയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ രാഷ്ട്രീയവും ഫുൾ ടൈം ഇതൊക്കെ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഈ രാജിയൊക്കെ കൊടുത്തു നിൽക്കുമ്പോൾ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, അമ്മയും 2 സഹോദരിമാരും, അവർ കഴിയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ചില്ലറ കച്ചവടം ഇതേപോലെ തന്നെ ആ കടയിൽ കച്ചവടം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനെന്നെ സഹായിച്ചത് തൃശ്ശൂരിലെ എൻ്റെ ചേട്ടൻ, അന്ന് അത്യാവശ്യം ബിസിനസ്സൊക്കെ നടത്തുന്ന ചേട്ടൻ അതിനാണ് എനിക്ക് സാമ്പത്തിക സഹായം ചെയ്തത് അതിനുവേണ്ട കട തുടങ്ങാനൊക്കെ. അങ്ങനെ ഞാൻ അവിടെ ഒരു കട തുടങ്ങി അവിടെ ഇരുന്ന് ആ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവിടെ ഉച്ചക്കനും ഒക്കെ തന്നെ UC ഒക്കെ വന്ന് അവിടെ നിന്ന് ബന്ധപ്പെടുന്നതും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയം CPM ബന്ധ രാഷ്ട്രീയമൊക്കെ ആയിട്ട് സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണിച്ചക്കൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നോ എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. ജോസ് എന്ന് പറയുന്നൊരു സഖാവ് അവിടെ വരികയും അദ്ദേഹമാണ് പിന്നീട് പാർട്ടിയുടെ ഇവിടെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നിയോഗിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അവിടെ വരുന്നതും ബന്ധപ്പെടുന്നതും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു യൂണിറ്റ് കുഴിക്കാടിശ്ശേരിയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പഠന ഗ്രൂപ്പ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഒരു പഠന ഗ്രൂപ്പ് അവിടെ രൂപീകരിച്ചു. ആ പഠന ഗ്രൂപ്പിൽ സഖാവ് നമ്മുടെ ചന്ദ്രേട്ടൻ, ഞാൻ നേരത്തെ UC ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ചന്ദ്രേട്ടൻ എന്നോടൊപ്പം ജയിലിലുണ്ടായിരുന്ന കുഴിക്കാടിശ്ശേരിയിൽ നിന്നുണ്ടായിരുന്ന ഒരാള് ചന്ദ്രനാണ്, KR ചന്ദ്രൻ, ജ്യോത്സ്യന്മാരുടെ കുടുംബത്തിൽ നിന്നുള്ളതാണ്, കളരിക്കൽ. അപ്പൊ ഞങ്ങൾ 2 പേരുമാണ് അന്ന് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളാണ് ആദ്യമായിട്ട് ഇതിനകത്ത് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ സമീപിക്കുകയും ആ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ച് ഒരു പഠന ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാനതിലെ എല്ലാ ആളുകളെയും ഇപ്പൊ അങ്ങനെ പറയേണ്ടതില്ലാന്ന് തോന്നുന്നു, എന്നാലും ഞാൻ പറയാണ്, 1-2 പേര് കൂടി ഉണ്ട്. അന്ന് ഞങ്ങൾ രൂപീകരിച്ച പഠന ഗ്രൂപ്പിലുള്ള വടയക്കര, നമ്മുടെ മനുപ്രസാദിന്റെ കുടുംബമാണ് വടയക്കര എന്ന് പറയുന്നത്, കൽപ്പടി തൊഴിലാളികളുടെ കുടുംബമാണ്. മനുപ്രസാദിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു 3-4 പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. മോഹനൻ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ വേലായുധൻ ഉണ്ട് ഇവിടെ ഇതിൽ കേൾവിക്കാരനായിട്ട് ഇവിടെ ഉണ്ട്. ആ വേലായുധൻ, വേണു, അതുപോലെ തന്നെ വിശ്വംഭരൻ പെരുന്തിരുത്തി
വിശ്വംഭരൻ, അതുപോലെ തന്നെ വടകരയിലെ തന്നെ പരമേശ്വരൻ, ഇവരുടെയൊക്കെ മൂത്ത ചേട്ടനായിട്ടുള്ള പരമേശ്വരൻ, ഇങ്ങനെയുള്ള ഇത്രയും പേരെയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ ആദ്യത്തെ ഒരു പഠന ഗ്രൂപ്പ് ഇവിടെ രൂപീകരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ രാത്രി ഇത്തരം ക്ലാസ്സുകളും എന്നാൽ അത്ര രഹസ്യാത്മകമായിട്ടൊന്നുമല്ല അന്നത്തെ കാര്യങ്ങൾ നടക്കുന്നത്. കടയിൽ പരസ്യമായി വന്നിരുന്നാണ് ജ്യൂസ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഇവിടെ ഉണ്ടാകുന്നതും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ. അതിനിടയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥ 25 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി കാര്യങ്ങളുടെ ഒരു രീതികളൊക്കെ മൊത്തം മാറുകയാണ് ചെയ്യുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷമാണെന്ന് അറിയില്ല, ഞാൻ കച്ചവടം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടത്തിയിരുന്ന പരിപാടി അത് സാമ്പത്തികമായി തകർന്ന് ഏറെക്കുറെ അത് അവസാനിപ്പിക്കേണ്ട ഘട്ടമായി. ആ സമയത്ത് എൻ്റെ ചേട്ടൻ തന്നെ എന്നെ സഹായിക്കാൻ മറ്റൊരു നിർദ്ദേശം, കട അവസാനിപ്പിച്ചോ, ഇനി അതിന് വീണ്ടും പൈസ ഇറക്കി. ഞാൻ അദ്ദേഹത്തോട് പൈസ ചോദിക്കുകയായിരുന്നുണ്ട് വീണ്ടും കച്ചവടത്തിന് വേണ്ടി. അപ്പോൾ അത് വേണ്ട, അങ്ങോട്ട് പോര്, തൃശ്ശൂർ വന്നിട്ട് കടയിൽ അവിടെ നിൽക്ക്, അവിടെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെയാണ് പോകുന്നത്. അടിയന്തരാവസ്ഥയുടെ സമയത്ത് പിന്നെ ഞാൻ പകൽ അവിടെയാണ്, കടയിലാണ് തൃശ്ശൂർ. അപ്പോൾ ചന്ദ്രേട്ടനാണെങ്കിൽ, ചന്ദ്രൻ സഖാവ്, അദ്ദേഹം തുമ്പൂരിൽ ഒരു ആയുർവേദ മരുന്ന് കട നടത്തുകയാണ്, ആയുർവേദ വൈദ്യശാല നടത്തുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതിന് ശേഷം ഉണ്ടാകുന്നത് ഈ ജോസ് എന്ന് പറയുന്ന സഖാവ്, അദ്ദേഹം വേറെ ചില സഖാക്കൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പലരും അപ്പൊ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവരൊക്കെ ഒളിവിൽ പോകുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് വന്നതോടുകൂടി അവരുടെ പ്രവർത്തനം ഒളിവിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ പലരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും എനിക്കും ഞങ്ങൾ രണ്ടുപേരും അതിൽ മുൻകൈയെടുത്ത് നിൽക്കുന്നവർക്ക് വളരെ ശക്തമായി പ്രവർത്തിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായത്. അടിയന്തരാവസ്ഥയെ ഭരണകൂടത്തിന്റെ ആ ജനാധിപത്യ വിരുദ്ധമായി ഇതിനെ ശക്തമായി നേരിടണം എന്നുള്ള ഇതിൽ പരമാവധി ആളുകളെ സംഘടിപ്പിക്കാൻ, അതും അതീവ രഹസ്യമായി രാത്രിയിലാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന 6 മണിക്ക് അവിടെ പുറപ്പെട്ട് ഇവിടെ നിന്ന് എത്തിയതിനു ശേഷമുള്ള രാത്രിയുടെ സമയത്താണ്, പാതിരാവരെയുള്ള സമയത്ത് ഞങ്ങൾ പല സ്ഥലങ്ങളിലും ആളുകളെ കാണുകയും സംസാരിക്കുകയും ആളുകളെ ബന്ധപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അങ്ങനെ കുഴിക്കാടിശ്ശേരിയിൽ പടിഞ്ഞാറ്റുമുറി, ഇവിടെ നിന്ന് പടിഞ്ഞാറ് വശത്തിൽ കുഴിക്കാടിശ്ശേരി പടിഞ്ഞാറ്റുമുറിയിൽ ഞങ്ങൾ അവിടെ ഒരു പഠന ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ള രാത്രി ക്ലാസ്സുകളും കാര്യങ്ങളും അവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലിപ്പോൾ ചിലരൊക്കെ പറഞ്ഞപ്പോൾ തമ്പി അനിയൻ്റെ ഒക്കെ ചേട്ടൻ, മൂത്ത ചേട്ടൻ കൃഷ്ണനുണ്ണി വളരെ മുമ്പേ തന്നെ UCK ആയിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മൂത്തേടത്ത് ആ കുടുംബത്തിൽ തന്നെയുള്ള വേറെ 2 പേരുണ്ടായിരുന്നു. ആളൂപ്പറമ്പിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ ചങ്ങനാശ്ശേരി കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ. ഇവരൊക്കെ അങ്ങനെ 5 or 6 പേര് അവിടെ ആ പഠന ഗ്രൂപ്പിൽ കുഴിക്കാടിശ്ശേരി പടിഞ്ഞാറ്റുമുറിയിലുണ്ടായിരുന്നു. ഏതാനും ക്ലാസ്സുകളും രാത്രിയിലുള്ള സ്റ്റഡി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ അത് തുടർന്ന് ഈ സമീപ പ്രദേശങ്ങളിൽ താഴേക്കാട്, അതുപോലെ തന്നെ തുമ്പൂര് ചന്ദ്രൻ, അദ്ദേഹം അവിടെ കട നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവിടെ ബാർബർ ഷാപ്പ് നടത്തിയിരുന്ന നരേന്ദ്രൻ എന്ന് പറയുന്ന നരു എന്ന് വിളിക്കുന്ന നരേന്ദ്രൻ, അതുപോലെ തന്നെ ഒരു ബോസ്, പിന്നീട് നാടക പ്രവർത്തനവും ഒക്കെ ആയിരുന്നു ബോസ്, അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറക്കാട്ടുകുന്ന് കോളനി ഭാഗത്ത് വെച്ച് അവിടെ ഒരു യൂണിറ്റ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച് അവിടെ ക്ലാസ്സുകൾക്ക്. അപ്പൊ ഇതിനൊക്കെ ചന്ദ്രേട്ടനും ഞാനും ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. UC ചില ഇതുകൾ വരുന്നുണ്ട്. UCയിൽ കുടിക്കോട് ജോസ് എന്ന് പറയുന്ന ആ സഖാവാണ് കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ ഈ ക്ലാസ്സുകളിലും ഒക്കെ തന്നെ പങ്കെടുക്കുന്നത്. കോംറേഡിന്റെ വിതരണം നടക്കുന്നുണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും ഈ നക്സലൈറ്റ് മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ രാത്രിയിൽ എഴുതി ഒട്ടിക്കുന്നുണ്ട്. അധികാരം തോക്കിൻകുഴലിലൂടെ എന്നുള്ളത് ഒരുപാട് കാലം കള്ളുഷാപ്പിന് മുമ്പിൽ വെച്ചത് മഴ കൊണ്ടിട്ട് തോക്കിൻകുഴലിലൂടെ എന്നുള്ളതിന്റെ തോയുടെ ദീർഘം മാഞ്ഞു പോയിട്ട് തേക്കിൻകുഴലിലൂടെ എന്ന് പരിഹസിച്ച് ഞങ്ങളോട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങളാണല്ലോ അവിടെ തേക്കിൻകുഴലിലൂടെ എന്ന് ഷാപ്പിന്റെ അവിടെ എഴുതി വെച്ചത് ഞങ്ങൾ ചോദിക്കേണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള പോസ്റ്ററിങ്ങും രാത്രി നക്സൽബാരി സിന്ദാബാദ് അത്തരം പോസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇവിടെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും ഇവിടെയുള്ള ഈ സഹാക്കളുടെ വീടുകളിൽ ഷെൽട്ടർ ഒരുക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിലുള്ള അഡ്വക്കേറ്റ് മേഘനാഥനും ഭാര്യയും ഉൾപ്പെടെയുള്ള കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കന്മാർ. അതുപോലെ തന്നെ ഇതിനൊരു സഹാവിന്റെ വീട്ടിൽ വെച്ച് തന്നെ സംസ്ഥാന തലത്തിൽ
അടിയന്തരാവസ്ഥയെ നേരിടാനായിട്ട് വളരെ ശക്തമായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ ചേർന്ന വളരെ സുപ്രധാനമായ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം തന്നെ ഈ പുലിക്കാടിശ്ശേരിയിലെ ഇതിലൊരു സഖാവിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. KN രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള സഖാവ് വേണു അതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് മൊഴിയിലാണ് അദ്ദേഹത്തിന് അതിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പക്ഷെ KN രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിലുള്ള സഹാക്കളെ അന്ന് രാത്രി യോഗവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ സഹാക്കൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ഒരാളെ കൊണ്ടുവന്നത്, മറ്റൊരാളെ തിരുത്തിപ്പറമ്പില് ദേവസിക്കുട്ടി കൊണ്ടുവന്ന ഒരാളെ യൂസിയുടെ വീട്ടിലേക്കോ മറ്റൊരു വീട്ടിലേക്കോ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള യോഗങ്ങളും വളരെ രഹസ്യാത്മകമായ അത്തരം പ്രവർത്തനങ്ങൾ കാര്യമായ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ അല്ലെങ്കിൽ പോലീസിന്റെ വളരെ ശക്തമായ പോലീസ് സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ആ സമയത്തും നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ശക്തമായിട്ട്. പക്ഷെ പിന്നെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നടക്കുന്നത് കൊടുങ്ങല്ലൂര് പാർട്ടി CPM-ല് അത് ഞാൻ പിന്നീട് അറിയുന്ന കാര്യമാണ്, അന്നറിഞ്ഞ കാര്യമല്ല പറയുന്നത്. പാർട്ടി ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി ഭരണകൂടത്തിന് നൽകണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇത് അടിയന്തരാവസ്ഥ എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു ഭീകര ഭരണമാണ് നടക്കുന്നത്. അതിനെ തിരിച്ചടിക്കണം. അപ്പൊ അതിന് കണ്ടെത്തിയ മാർഗം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, ആയുധങ്ങൾ പിടിച്ചെടുക്കുക, അങ്ങനെ ഭരണകൂടത്തിന് ഷോക്ക് നൽകുക എന്നുള്ളതാണ്. അതിന് ആദ്യത്തെ തെരഞ്ഞെടുത്ത പ്രദേശം കൊടുങ്ങല്ലൂരായിരുന്നു. മതിലകത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനാണ് അന്ന് തീരുമാനമെടുത്തത്. മതിലകത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു സ്ക്വാഡ് മതിലകം കൊടുങ്ങല്ലൂരാണ് CPM-ന്റെ വളരെ ശക്തിയായ ഒരു കേന്ദ്രമായിരുന്നു. മേത്തല പഞ്ചായത്ത്, എടമുക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ മിക്കവാറും എല്ലാ പഞ്ചായത്ത് സെൻപൂർ ഉൾപ്പെടെയുള്ള കൊടുങ്ങല്ലൂരിലെ പഞ്ചായത്തുകളിലൊക്കെ CPM-ന് ശക്തമായ സ്വാധീനം. അത് ഞാൻ അന്ന് അറിഞ്ഞിരുന്ന കാര്യങ്ങളല്ല കേട്ടോ, ഇപ്പൊ പിന്നീട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണത്. അപ്പോൾ അവിടെയാണ് ആ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത്. നാരായണൻ എന്ന് പറയുന്ന, ഇപ്പൊ നമ്മുടെ പുറത്തിരുന്ന് പുസ്തകം വിൽക്കുന്ന, എല്ലായ്പ്പോഴും പരിപാടികൾക്കൊക്കെ പുസ്തകം വിൽക്കാൻ വരാറുള്ള ഗ്രാമീയിൽ വരുന്ന ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ട്, പുറത്തുണ്ട്. ആ ഉണ്ണികൃഷ്ണന്റെ മൂത്ത സഹോദരൻ അടുത്തിടെ 2 വർഷം മുമ്പ് വളരെ എന്താണ് പറയുക, ഒരിക്കലും സാധാരണ സംഭവിക്കാത്ത വിധത്തിലുള്ള ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരു സഖാവായിരുന്നു. ആ സഖാവിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വേണ്ടി. കമാൻഡർ എന്നുള്ളൊരു ചുമതല, കമാൻഡർ എന്നാണ് നാരായണന് കൊടുത്ത ചുമതല. അതൊക്കെ ജയിലിൽ വന്നതിന് ശേഷം കമാൻഡർ നാരായണൻ എന്നാണ് അദ്ദേഹം ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത്, കമാൻഡർ എന്നുള്ള. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിച്ചു. അതിന് പലവട്ടം ശ്രമങ്ങൾ കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും ഒടുവിൽ ആ പോലീസ് സ്റ്റേഷൻ ആക്രമണം പരാജയപ്പെട്ടു. അതാണ് സംഭവിച്ചത്. അതിന് ചില ഒരുപാട് സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏതോ സഹാക്കളെ എവിടെയോ വെച്ച് ഇതിനു വേണ്ടിയിട്ട് നിന്നിരുന്ന ആളുകളെ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിഫോൺ, അത് ആധികാരികമാണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ UC-ക്ക് അറിയായിരിക്കും, ഞാനൊക്കെ ഒന്ന് കേട്ടിട്ടുള്ള കാര്യമാണ്. ടെലിഫോൺ പോസ്റ്റിൽ കയറി ടെലിഫോണുകളൊക്കെ നിശബ്ദമാക്കാൻ വേണ്ടി എല്ലാം കൂടി കൂട്ടിക്കെട്ടി അത് ചെയ്യാൻ ശ്രമിച്ചു എന്നും, അത് കഴിഞ്ഞ് അതപ്പോൾ സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള സകല ഫോണുകൾ കൂട്ടമായി മണിയടിച്ച് ഫോണുകളിൽ റിങ് ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെയാണ്. അപ്പോഴാണ് അവർ പെട്ടെന്ന് അലർട്ടാവുന്നതും എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നതും പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഫോൺ കമ്പികൾ കൂട്ടിക്കെട്ടിയതായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന് ഏത് വിധത്തിൽ അതിന്റെ ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും ആ ദൗത്യം പരാജയപ്പെട്ടു. അതോടുകൂടി പോലീസ് വളരെ ശക്തമായി കൊടുങ്ങല്ലൂരിൽ വേട്ട ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശക്തമായിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് അത് ഇപ്പോൾ ഇവിടെ ജോസ് ഇവിടെ വന്ന് പാർക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതൊന്നും അവരെ ശ്രദ്ധിച്ചിരുന്ന കാര്യമായിരുന്നില്ല ഒരുപക്ഷെ അത്രയ്ക്ക്. പക്ഷെ ഇത് കഴിഞ്ഞോടുകൂടി കൊടുങ്ങല്ലൂരിൽ ആരൊക്കെയാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടിരുന്നവർ, ആരൊക്കെയാണ് ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ ഇല്ലാതെ ഒളിവിലോ മറ്റൊക്കെ പോയിട്ടുള്ളതെന്നൊക്കെയുള്ള അന്വേഷണമൊക്കെ നടക്കുകയും അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് ഈ ജോസ് പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജോസ് പിടിക്കപ്പെട്ടു എന്നുള്ളതും പിന്നീട് നമ്മൾ അറിയുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നമ്മളിവിടെ വളരെ സജീവമായി രാത്രിയുടെ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോസ് ഇവിടെ നിന്ന് അപ്രത്യക്ഷനാകുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അദ്ദേഹം പോലീസിൽ പിടിക്കപ്പെട്ടു എന്നുള്ള സൂചനകളും
ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ചെറിയ തോതിൽ ഞങ്ങൾ ഒരു അലർട്ടാകുന്നുണ്ട്. ഏത് നിമിഷത്തിലും പോലീസ് അന്വേഷണമോ കാര്യങ്ങളൊക്കെ വരാം എന്നുള്ള തരത്തിൽ. അത് പക്ഷേ ഇവിടെയുള്ള ഞാനും ചന്ദ്രനും ഒഴിച്ചുള്ള മറ്റ് സുഹൃത്തുക്കളോടോ മറ്റ് ഗ്രൂപ്പുകളിലുള്ളവരോടോ സഖാക്കളോടോ ഒന്നും നമ്മൾ പങ്കുവച്ചിട്ടില്ല ആ സംഭവങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞ് അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാനന്ന് തൃശ്ശൂരിൽ പോകുന്നു. ഞാൻ തൃശ്ശൂരിലായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ക്രൈംബ്രാഞ്ച് വണ്ടി ആയിട്ട് എന്നെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഇല്ല, കടയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വൈകിട്ടേക്ക് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് ഇവരോട് അവിടെ അന്വേഷിച്ചു വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ല, അവിടെ ഇല്ല, ഇവർക്ക് നേരിട്ട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പക്ഷെ ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും അന്വേഷിച്ചു വരുന്നു എന്നുള്ള കാര്യം അന്വേഷിച്ചു എന്നുള്ളതും പിടിക്കപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. അന്നത്തെ ദിവസമൊക്കെ ഇവിടെ സമീപത്തുള്ള ചില വീടുകളിലൊക്കെ ആയിട്ട് 2 ആഴ്ച കാലത്തോളം ഞാൻ തൃശ്ശൂരിലും ചില ബന്ധങ്ങളുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട് 2 ആഴ്ചയോളം സമയം ഞാൻ പോലീസിൽ പിടികൊടുക്കാതെയും മറ്റു വിധത്തിലും നിന്നു. എനിക്ക് പാർട്ടിയുടെ ബന്ധങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉപയോഗിച്ച് ഒളിവിൽ പോയി പുറത്ത് എവിടേക്കെങ്കിലും പോയി അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കുണ്ടായില്ല. ഞാനൊന്നും പുറത്തൊന്നും അധികം പോയിട്ടുള്ള, തൃശ്ശൂർ വിട്ട് അകലെ എങ്ങും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള സാധ്യതകളെ കുറിച്ച് ആലോചിക്കാനേ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഈ സമയത്തുണ്ടാകുന്നത് തൃശ്ശൂരിലുള്ള അന്ന് ക്രൈംബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വലിയപറമ്പ് സ്വദേശിയായ രാമചന്ദ്രൻ എന്ന പോലീസ് SI, ക്രൈംബ്രാഞ്ചിലെ SI ആണ്, അധികാരത്തെ രാമചന്ദ്രൻ. ആ രാമചന്ദ്രൻ ചേട്ടനുമായി നല്ല സഹോദരൻ. ചേട്ടൻ അവിടെ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നതുകൊണ്ട് തൃശ്ശൂരിൽ അന്ന് എല്ലാ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസർമാരും അങ്ങനെ പ്രമുഖരായ ആളുകളൊക്കെ തയ്യലിന് സമീപിക്കുന്ന കടയായിരുന്നു ചേട്ടന്റെ കട. അപ്പൊ അങ്ങനെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പോലീസുകാരൊക്കെ. അപ്പൊ ഈ രാമചന്ദ്രൻ ചേട്ടനെ നിരന്തരമായി ബന്ധപ്പെടുകയും നിർബന്ധം ചെലുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം പ്രശ്നമൊന്നുമില്ല, കെട്ടിന്റെ പേരിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ചോദ്യം ചെയ്ത് വിട്ടയക്കാനാണ്, അത്രയേ ഉള്ളൂ. ചോദ്യം ചെയ്യാൻ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒളിവിൽ നടക്കുന്നതും അത്തരം കാര്യങ്ങൾ അപകടം ഉണ്ടാക്കും. കടയിൽ നിന്ന് മനോഹരനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വരും. വീട്ടിൽ ഇതേപോലെ തന്നെ വീട്ടുകാരോടും ഇതേ ഭീഷണി തന്നെ പോലീസുകാർ അന്ന് നടത്തിയിരുന്നു. വീട്ടുകാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ആള് ഹാജരായില്ല, ആളെ കിട്ടിയില്ലെങ്കിൽ എന്ന് പറയണ്ടേ. അപ്പൊ ഇവിടെയും വീട്ടിലും കടയിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും ചേട്ടൻ അത് നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അതിങ്ങനെ അവിടെ പോയി അത്യാവശ്യം ചോദിച്ചറിഞ്ഞ് പോരാൻ പറ്റും എന്ന് ചേട്ടൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എനിക്കറിയാമായിരുന്നു അതിനുള്ള സാധ്യത വളരെ വിരളമാണെന്നും സാധ്യതയില്ല എന്നുള്ള കാര്യം തന്നെ ഏറെക്കുറെ നമുക്കറിയാമായിരുന്നു. പക്ഷെ എങ്കിലും ആ ഒരു സാധ്യത വളരെ ചെറിയ ശതമാനമുള്ള സാധ്യത ഉപയോഗപ്പെടുത്തി ഒരുപക്ഷെ മറ്റ് സഖാക്കളാരും പിടിക്കപ്പെടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞാലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്തായിരുന്നാലും എനിക്ക് അദ്ദേഹത്തിന് ഈ കുടുംബത്തും കടയിലും അദ്ദേഹത്തിന്റെ നേരെയുള്ള സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ അദ്ദേഹത്തോടൊപ്പം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഹാജരാവാൻ വേണ്ടി ചെല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അതിനിടയിൽ ഈ വിശ്വന്തരൻ കുഴിക്കാടിശ്ശേരിയുള്ള സഖാക്കൾ അപ്പൊ ഇതിനകം തന്നെ എന്നെ അന്വേഷിച്ചൊക്കെ അറിഞ്ഞ് അവര് പലരും വളരെ ബേജാറാണ്. അപ്പൊ കോമറേഡും അതുപോലെയുള്ള സാധനങ്ങളും വീട്ടിലുള്ളതൊക്കെ എടുത്ത് നശിപ്പിച്ച് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള സഖാക്കളും ഒക്കെ തന്നെ വളരെ ആശങ്കാകുലരായിട്ട് ഏത് നിമിഷവും തങ്ങളുടെ നേരെ വരുമോ എന്നുള്ള ഭയത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ വിശ്വംഭരൻ എന്ന് പറഞ്ഞ സഖാവ് അവിടെ വന്ന് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പലവട്ടം വന്നിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ കണ്ടെത്തുകയും എന്നോട് ഞങ്ങളുടെ പേരൊന്നും പറയരുത് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. ഞാനപ്പോൾ പറഞ്ഞത് പറയില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ പറയാതിരിക്കാൻ പരമാവധി അങ്ങേറ്റം വരെ ശ്രമിക്കും. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മുൻകരുതൽ എടുക്കണം, അതെല്ലാവരോടും പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്, അവരോട് പറഞ്ഞത്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയുമായിരുന്നു, അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ ചെന്നു. അവിടെ അദ്ദേഹത്തിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ ചേരത്ത് സ്കൂട്ടറിന്റെ പുറകിൽ കയറി ശക്തന്റെ ഊട്ടുപുരയിലാണെന്ന് പോലീസിന്റെ ക്യാമ്പ്, ക്രൈംബ്രാഞ്ചിന്റെ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ശക്തന്റെ ഊട്ടുപുര എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇന്നൊന്നും അങ്ങനെ ഒരു സ്ഥാനം ഇല്ല. ഇന്ന് ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നതിന് ഇടയിൽ
ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് പണ്ട് ഊട്ടുപുരയായി ഉപയോഗിച്ചിരുന്ന പഴയ നല്ലൊരു കെട്ടിടമാണ്. അത് പഴയ ഓടിട്ട വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. അത് വെറുതെ കിടന്നിരുന്നതാണ്. അപ്പൊ അത് അവിടെ സമീപത്തൊന്നും ആരുമില്ല. ആകെ ഉള്ളത് ഇരട്ടച്ചിറയിൽ ഇപ്പൊ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ശിവക്ഷേത്രം, അത് മാത്രമാണ് അവിടെ ഉള്ളത്. ആ ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നവർ മാത്രമാണ്. അത് വടക്കേ അറ്റത്താണ്, ടൗണിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്താണ്. അപ്പൊ അവിടെ മാത്രമാണ് ആളുകൾ വരുന്ന സ്ഥലമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് ക്രൈംബ്രാഞ്ചുകാര് ഒരു താൽക്കാലിക കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് രൂപപ്പെടുത്തിയിരുന്നത്. നമ്മൾ പിന്നീട് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ട ശേഷം കക്കയം ക്യാമ്പിനെ കുറിച്ച്, രാജൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉരുട്ടിക്കൊന്ന കക്കയം ക്യാമ്പിനെ കുറിച്ചും ശാസ്താമംഗലത്തെ പീഡന ക്യാമ്പിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പിന്നീടാണ് അതൊക്കെ അറിയുന്നത് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിന് ശേഷം. അപ്പൊ അതുപോലെ ഒരു ക്യാമ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ളിലേക്ക് അവിടെ ചെന്നു. അപ്പൊ രാമേന്ദ്രനും പോലീസുകാരും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ രാമേന്ദ്രനോട് ചേട്ടൻ എന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ ഇനി എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മനോഹരൻ ഇനി അങ്ങനെ ബുദ്ധിമുട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇത് വിചാരിച്ച പോലെ എളുപ്പമുള്ള കേസല്ല. മൊഴിയെടുത്ത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്ന് വണ്ടിയുമ്പോൾ കൊണ്ടുപോവാം എന്ന് വിചാരിച്ചിരുന്ന് തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. ഞാൻ അകത്തേക്ക് കിടക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് മേശയുടെ കാലിൽ ചങ്ങലക്കിട്ട് കിടക്കുന്ന ജോസ് എന്ന് പറയുന്ന സഖാവിനെയാണ്. ആ ജോസ് എന്ന് ഞാൻ ഇതുവരെ ജോസ് എന്നുള്ള പേരെ പറഞ്ഞത്, പക്ഷെ അദ്ദേഹം മുഹമ്മദ് അലി ആയിരുന്നു. കൊടുങ്ങല്ലൂരിലുള്ള മുഹമ്മദ് അലി, പാർട്ടിയുടെ അന്നത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന മുഹമ്മദ് അലിയാണ്. പിന്നീട് അദ്ദേഹം ഒരു വെള്ളത്തിലൊക്കെ വീണ്ടും മരിച്ചുപോയ ഒരു പ്രവർത്തകനാണ്, നേതാവായിരുന്നു. ഞാനതൊരു പിന്നെ പറയാം. അപ്പൊ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഈ സഖാവ് ചങ്ങലക്കിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ നിഗമനം വളരെ കറക്റ്റാണ്. മുഹമ്മദ് അലിയെ പിടിച്ചു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ എന്റെയോ ചന്ദ്രന്റെ ഞങ്ങളുടെ പേരുകൾ ആണ് പോലീസിന് കിട്ടിയിരിക്കുക എന്ന് ഞങ്ങൾ ഊഹിച്ചിരുന്നു. അങ്ങനെ തന്നെ ആവും എന്നുള്ളത്. അത് അതേപടി ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ ചന്ദ്രന്റെ അന്ന് ജയിലിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ അന്വേഷണത്തിനിടയിൽ എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ചന്ദ്രന്റെ ചേട്ടൻ വാസുദേവനാശാൻ, അവരുടെ മൂത്ത ചേട്ടൻ, അദ്ദേഹം ജ്യോത്സ്യനാണ്, അറിയപ്പെടുന്ന ജ്യോത്സ്യനായിരുന്നു. അദ്ദേഹം എവിടേക്കോ മാറ്റിയിരുന്നു, ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ വാസുദേവനാശാൻ തൃശ്ശൂർ വന്ന് ചേട്ടനോട് സംസാരിച്ചു. ആ ചേട്ടനും അദ്ദേഹവും കൂടി സംസാരിച്ച് തന്നെയാണ് ഒരു ധാരണ ഉണ്ടാക്കുന്നത്. ഈ ചന്ദ്രനെ അവിടെ ഹാജരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് പ്രശ്നമൊന്നുമില്ലാതെ രക്ഷപ്പെടുത്താമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ ഒരേ ദിവസമാണ്, ഒരേ സമയമല്ലെങ്കിൽ എത്തുന്നത്. ഞാൻ എത്തി കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ചന്ദ്രൻ അവിടെ എത്തുന്നത്. പക്ഷെ ഏത് തരത്തിലാണ് അവിടെ സംസാരിക്കേണ്ടത്, മൊഴി കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ എന്ത് പറയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മുൻകൂട്ടി ധാരണയിലെത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് അതിനുശേഷം മൊഴിയെടുക്കലൊക്കെ അപ്പോഴും നടന്നിട്ടില്ല. അവിടെ കുറെ അധികം ആളുകൾ അങ്ങേയറ്റം പ്രാകൃതമായ വേഷത്തിൽ ചങ്ങലക്കിട്ടവരും മർദ്ദനമൊക്കെ ഏറ്റ് അങ്ങേയറ്റം അവസരമായവരുമായ കുറേയധികം സഖാക്കൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ചങ്ങലക്കിട്ടിരുന്ന് എനിക്ക് തോന്നുന്നു മുഹമ്മദ് അലിയും അദ്ദേഹത്തിന്റെ സഹോദര എൻ്റെ ഇളയപ്പൻ്റെ മകനും മറ്റായി ഹുസൈൻ, പിന്നീട് കേരപ്പാറയിലെ സയന്റിസ്റ്റൊക്കെ ഇപ്പോ ഈ പുതിയ ലിപി ഒക്കെ പരിഷ്കരണവും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ KH ഹുസൈൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഹുസൈനും അന്ന് ചങ്ങലക്കിട്ട് കിടക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കാണുന്നത്. അപ്പോൾ പിന്നീട് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അന്ന് തന്നെ വൈകിട്ടാണ് തോന്നുന്നു. അപ്പൊ മർദ്ദനവും കാര്യങ്ങളൊന്നും അന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, അതൊന്നും കണ്ടില്ല. വൈകിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്ന മൊഴി ഇത്രയേ ഉള്ളൂ. എനിക്ക് ആകെ പരിചയമുള്ള MLന്റെ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ക്ലാസ്സിൽ പങ്കെടുത്തു. ഒരു ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. ആരാണ് ക്ലാസ് എടുത്തത്? ജോസ് എന്ന് പറയുന്ന ആളാണ് അത്. അപ്പൊ അവർ നമ്മളോട് ചോദിക്കുന്നതായിരിക്കുന്ന ആളാണോ, ചങ്ങലക്കിട്ട് കിടക്കുന്ന ആളാണോ? അതെ, ഇത് ജോസല്ല മുഹമ്മദ് അലിയാണെന്ന് അവരപ്പൊ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. മുഹമ്മദ് അലിയാണല്ലോ ജോസ് എന്നാണ് ഞാൻ അറിയുക. അങ്ങനെ ക്ലാസ്സിൽ പങ്കെടുത്തു. മറ്റാരൊക്കെ അതിൽ ബന്ധമുണ്ട്, പരിചയമുണ്ട്. അത് അങ്ങനെ ആരുമായിട്ടും അത്തരത്തിൽ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ആരോടും ആ തരത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല.
ഞാൻ തൃശ്ശൂരിൽ കടയിലാണ്, അതുകൊണ്ട് വൈകിട്ടൊക്കെയാണ് അവിടെ എത്തുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, വേറെ ആരും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. യാദൃശ്യമായിട്ടും ചന്ദ്രേട്ടൻ സംസാരിക്കുമ്പോഴും ചന്ദ്രൻ സഖാവ് അദ്ദേഹം പറയുമ്പോഴും ഇത് തന്നെ പറഞ്ഞു, വേറെ ആരും പേര് പറയുന്നുണ്ടായിട്ടില്ല. അങ്ങനെയാണ് അത് നടക്കുന്നത്. പക്ഷെ അന്നത്തെ രാത്രി ആകുമ്പോഴേക്കും അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങേറ്റം മാറുകയാണ്. രാത്രി ആകുമ്പോഴേക്കും അവിടെ പലരെയും കടന്നു വരുന്ന ഓരോ പോലീസ് ഓഫീസർമാരും അങ്ങേറ്റം ഭീകരമായി മർദ്ദിക്കുക പലതരത്തിൽ. പിന്നീട് നമ്മൾ കക്കയം ക്യാമ്പ് കഥ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ട തരത്തിലുള്ള ഉരുട്ടലും ഗരുഡൻ തൂക്കവും അങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള മർദ്ദങ്ങൾ ഉരുട്ട് അതൊക്കെ നടക്കുന്നുണ്ട്. പലരുടെയും കരച്ചിൽ കേൾക്കുന്നുണ്ട്, ഇവരുടെ അട്ടഹാസങ്ങൾ കേൾക്കുന്നുണ്ട് രാത്രി. അപ്പോൾ നമ്മളൊക്കെ ഉറക്കം വരാതെ പായോ അങ്ങനെ ഒരു സൗകര്യമില്ല. പോലീസ് സ്റ്റേഷൻ ക്യാമ്പിൽ ഒരു ന്യൂസ് പേപ്പർ ഒറ്റ ഷീറ്റാണ്, രണ്ട് വിരിക്കുള്ളതുണ്ടായില്ല, ഒരു ഒറ്റ ഷീറ്റ് എനിക്ക് തന്നിരുന്നു കിടക്കാനായിട്ട് ഒരു മൂലയിൽ. അപ്പൊ അത് വിരിച്ച് നമ്മൾ കിടക്കുന്നു. രാത്രി ഉറക്കമില്ലാത്ത ആ ദിവസം, ഒരു ദിവസം മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിലും മിക്കവാറും മുഴുവൻ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും രാത്രിയാവുമ്പോൾ ഇവര് റെയ്ഡിൽ പോകുന്നുണ്ട് പോലീസ്. അന്ന് അവിടെ ഉണ്ടായിരുന്നത് പ്രധാന 3 ഓഫീസർമാരാണ്. DYSP ഫിലിപ്പ്, ക്രൈംബ്രാഞ്ച് DYSP, അദ്ദേഹത്തിനാണ് അവിടുത്തെ ക്യാമ്പിന്റെ ചുമതല. സർക്കിൾ ഇൻസ്പെക്ടർ ഹമീദ്, SI രാമചന്ദ്രൻ, പിന്നെ അതിന് താഴെയുള്ള കുറച്ച് പോലീസുകാർ, ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് രാത്രി ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെയൊക്കെ കൂട്ടി 1-2 വാഹനങ്ങളിലൊക്കെ ആയിട്ട് ഇവര് റെയ്ഡിൽ പോകുന്നുണ്ട് ഈ നക്സലൈറ്റുള്ള തേടി പിടിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പല ദിവസവും അവർക്ക് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് ഒരുപാട് സഖാക്കളെ പല ദിവസങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉണ്ട് കുറച്ച് പേര്. അവിടെ നിന്ന് കുറെ സഖാക്കളെ പലപ്പോഴായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന ദിവസം ഭീകരമായ അവരുടെ ആഹ്ലാദമാണ്. അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് ഭീകരമായ മർദ്ദനങ്ങളിലൂടെ തന്നെയാണ്. മർദ്ദനങ്ങൾ അയച്ചുവിട്ട് അവരുടെ ഓരോ മർദ്ദന മുറകളും പുതിയതായിട്ട് പരീക്ഷിച്ച് അങ്ങനെയാണ് അവരുടെ ആഹ്ലാദ പ്രകടനവും അട്ടഹാസവും ഒക്കെ അവിടെ രാത്രികളിൽ നടക്കുന്നത്. അപ്പോ അത് പിന്നീട് നമ്മൾ കേട്ട ഇതൊക്കെ അനുസരിച്ചാണെങ്കിൽ ജയറാം പടിക്കലിനെ പോലെ സ്കോട്ട്ലൻഡ് യാർഡിലൊക്കെ പോയി പുതിയ മർദ്ദന മുറകളും അന്വേഷണ രീതികളിലൊക്കെ പരിശീലനം കിട്ടി വന്ന ആളുകളാണ് കക്കായം ക്യാമ്പിൽ നേതൃത്വം കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല മധുസൂദനം, പുലിക്കോടൻ നാരായണൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ. അപ്പൊ അത്തരത്തിലൊക്കെ അതിൽ ജയറാം പടിക്കലോ മറ്റോ പോലുള്ള ആളുകൾ, ഒരുപക്ഷെ അദ്ദേഹം തന്നെയായിരിക്കും, നമുക്ക് ഇവരാരും നേരിട്ട് അറിയാത്തതുകൊണ്ട് അറിയില്ല. രാത്രിയിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട്. ചില ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം അവരെ ചോദ്യം ചെയ്യാനൊക്കെ വേണ്ടി സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പലരും മുഹമ്മദ് അലി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഭീകരമായ ഉരുട്ടി. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അന്നത്തെ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയുമായിരിക്കും. ബെഞ്ചിൽ മലർത്തി കിടത്തിയിട്ട് ശരിക്കും വലിയൊരു ഒലക്ക കൊണ്ട് തന്നെ 2 വശത്തും അങ്ങേറ്റം ശക്തരായ 2 പോലീസുകാരും ബലം പ്രയോഗിച്ച് ആ തുടയിൽ ഉരുട്ടുകയാണ് ചെയ്യുന്നത്. ആ ഉരുട്ടിയും മാംസപേശികൾ പൂർണ്ണമായും ആ അസ്ഥിയിൽ നിന്നൊക്കെ വേർപെട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അത് ആ കാലിൽ തന്നെ പിറ്റേ ദിവസവും ഉരുട്ടും. ഇതിന്റെയൊക്കെ ചെയ്യുന്നത് അവരുടെ സാഡിസ്റ്റ് മനോഭാവം കൊണ്ട് മാത്രമല്ല, ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ളതാണ്. എവിടെയൊക്കെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ നേതാക്കന്മാരെ എവിടെയൊക്കെ ഒഴിവിലുണ്ട്, നിങ്ങൾ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇതിങ്ങനെ ഓരോ ദിവസവും പുതിയ അങ്ങനെ പലപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ട്. ഈ മുഹമ്മദ് അലിയൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുള്ളത് പിടിച്ചെടുക്കാൻ കഴിയില്ല. അതിശക്തമായ രീതിയിൽ ചെറുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് പലപ്പോഴും വലിയ അപകടത്തിലേക്ക് പോകും. ഒരാളുടെ പേരും പറയാതെ എൻ്റെ വായിൽ നിന്ന് ഒരാളുടെ പേര് പോലും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള മനോഭാവത്തോട് ഈ മർദ്ദനങ്ങളെ മുഴുവൻ സഹിച്ച് ഒരു തരത്തിലും ഒരു പേര് പോലും പറയാതിരുന്നിരിക്കുന്ന ആളുകൾക്ക് അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്ന സമയം വരും. എല്ലാവർക്കും അല്ല, പലർക്കും അത് കഴിഞ്ഞില്ല എന്നുള്ളത്. മുഹമ്മദ് അലിക്കൊക്കെ അങ്ങനെ ചില ആളുകളുടെ പേര് പറയേണ്ടി വന്നു. മനഃപൂർവ്വമൊന്നുമല്ല. അപ്പൊ എന്റെ പേരോ ചന്ദ്രന്റെ പേരോ പറഞ്ഞതൊന്നും മനഃപൂർവ്വമല്ല. ഞങ്ങളെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ചില ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു പോയിരുന്നു. പക്ഷെ മുമ്മാരെയൊക്കെ പിന്നെ അതിന്റെ മാനസികമായ അതിലെ കുറ്റബോധവും ഒക്കെ ആയിട്ട് അദ്ദേഹം മാനസിക രോഗിയായി മാറി. ജയിലിൽ നിന്നൊക്കെ പുറത്തു വന്നതിന് ശേഷം കുറച്ചു കാലമൊക്കെ വളരെ നല്ല രീതിയിൽ ജയിലിനകത്തും മാനസികമായ വിഭ്രാന്തി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് അദ്ദേഹം അങ്ങനെ അല്ലാതെ മാനസികമായി കുറേ കൂടി സമനില തെറ്റിയ അവസ്ഥയിലൊക്കെ മാറുകയുണ്ടായി. അത് ആ ജയിലിൽ മർദ്ദന ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള, ജയിലിലല്ല മർദ്ദന ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അത്. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ ഒരാള് ജോസും അതുപോലെ തന്നെ മലയാള ആക്ഷനിൽ തന്നെ സജീവമായിട്ടിരുന്ന പുഷ്പനെ പോലുള്ള ആളുകൾ. പുഷ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
പിന്നെ ഏറ്റവും അധികം മർദ്ദനമേൽക്കുകയും ഒരു കാര്യം പോലും അവസാന നിമിഷം വരെ തന്റെ വായിൽ നിന്ന് ആ ഗ്രൂപ്പിൽ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വേണ്ടി രൂപീകരിച്ച ആക്ഷൻ സ്ക്വാഡിലുണ്ടായ ഒരാളുടെ പേര് പോലും പുറത്തു പറയാതിരുന്നത് കമാൻഡർ നാരായണനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണീഷിന്റെ പൂത്തച്ചേട്ടൻ. അദ്ദേഹം ഒരു കമാൻഡർ എന്നുള്ള നിലയ്ക്ക് ഒരു ഭരണകൂടത്തിനെതിരായ ഒരു ആക്ഷന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പാർട്ടിയുടെ നിയോഗിച്ച കമാൻഡർ എന്നുള്ള നിലയ്ക്ക് ആ നിലവാരം അവസാനം വരെ കാത്തു സൂക്ഷിച്ചൊരു സഖാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഒരാളുടെ പേര് പോലും പുറത്ത് വരികയോ അദ്ദേഹം പറയുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ മർദ്ദിച്ച് അവസാനം പരാജയപ്പെട്ട് പിന്മാറാനേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേര് കാട്ടൂരിൽ നിന്ന് വന്നിരുന്ന സഹദേവൻ എന്ന് പറയുന്ന പിന്നീട് CIT തൊഴിലാളിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന സഹദേവൻ, അദ്ദേഹം ഇതുപോലെ തന്നെയാണ്. അങ്ങേറ്റം ഭീകരമായ മർദ്ദനങ്ങളെ ഒന്നും ആരെയും ഒരു മറുപടി പോലും കിട്ടാതെ ചെറുത്ത് അങ്ങനെ നിന്ന ആളായിരുന്നു. പിന്നെ ജയിലിലെ അവസാനം ഞാൻ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അതിനിടയിൽ അവിടെ ക്രൈംബ്രാഞ്ചിന്റെ ഇതിൽ 2 മാസം വരെ ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉണ്ട്. 1.5 മാസം 2 മാസമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ. ഭക്ഷണമില്ല. ഭക്ഷണം കൊടുക്കുന്നത് അവിടുത്തെ മുതലാളിമാരെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാര് വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ തല വെട്ടാൻ വരുന്ന ആളുകളെയാണ് ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അപ്പൊ അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നല്ലത് എന്നുള്ള തരത്തിൽ പറഞ്ഞ് അവരിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ച് അതിൽ നിന്ന് അല്പം പൈസ ചെലവാക്കി കുറച്ച് കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങി ഒരു നേരം തരും. ചില ദിവസങ്ങളിൽ അല്പം ഒരു നേരം കഞ്ഞി എടുത്തിരുന്നു. അത്രേ ഉള്ളൂ. കഞ്ഞിക്ക് കറിയൊന്നും വേണമെന്നും ചമ്മന്തിയെങ്കിലും ഇല്ലാതെ ഇങ്ങനെ കഞ്ഞി കുടിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ള ആർക്കും തോന്നിയിട്ടില്ല. കഞ്ഞി കിട്ടുന്നത് തന്നെ വളരെ വലിയൊരു കാര്യം. കാരണം അത്രയും ഇതാണ്, പട്ടിണിയിലാണ് അവിടെ കിടക്കുന്നത് ഈ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. അപ്പോ പിന്നെ എന്നെ ചോദ്യം ചെയ്യല്, ഞാൻ ഈ പറഞ്ഞ കാര്യത്തില്, ഞാനും ചന്ദ്രനും പറഞ്ഞ കാര്യത്തില് ഞങ്ങൾ രക്ഷപ്പെടുന്നത് പലപ്പോഴും പോലീസിന്റെ ഇവര് മൊഴിയെടുക്കുമ്പോൾ എല്ലാ സഖാക്കളും ഏറ്റവും താഴെ കടയിൽ ചെറിയ ബന്ധം പോലും ഉള്ള സഖാക്കൾ പോലും കാര്യമായി ഒന്നും തുറന്നു പറയില്ല. പക്ഷെ കുറച്ച് മർദ്ദനം കേൾക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും, ആരുടെയെങ്കിലും ഒരാളുടെയൊക്കെ പേര് പറഞ്ഞു പോകും. പിന്നെ അത് തെറ്റായിരുന്നു, വേറൊരാളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇയാൾ പറഞ്ഞത് നുണയായിരുന്നു, ഇന്ന ആള് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന ആളായിട്ട് ബന്ധമുണ്ടായി, ഇന്ന ആളൊരു പാർട്ടിയിലുണ്ടായിരുന്നു തെളിയുമ്പോൾ അതിന്റെ പേര് ഭീകരമായ മർദ്ദനങ്ങളാണ് കിട്ടുക. അപ്പൊ ആള് നുണയാണ് ഇതുവരെ പറഞ്ഞത് മുഴുവൻ എന്ന് തെളിയും. അതോടുകൂടി പിന്നെ ശക്തമായ മർദ്ദനങ്ങളും ക്രൂരമായ മർദ്ദനങ്ങളാണ് അയാൾക്ക് ഏൽക്കേണ്ടി വരിക. ഇതാണ് അവിടെ നടക്കുന്ന മർദ്ദനത്തിന്റെ ഒക്കെ ഒരു രീതി. അങ്ങനെയാണ് പലർക്കും വീണ്ടും മർദ്ദനം ഏൽക്കേണ്ടിയൊക്കെ വരുന്നത്. പക്ഷെ വളരെ ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്നത് വളരെ ഭാഗ്യം എന്നുള്ള വാക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനും ചന്ദ്രനും പറഞ്ഞത് ശരിയല്ലായിരുന്നു. ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും സഖാക്കളുമായി ബന്ധമോ ഇവിടെ ഏതെങ്കിലും സഖാക്കൾ വന്നതായിട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മുഹമ്മദ് അലിയുടെ കാര്യം, ജോസിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഉണ്ണിച്ചക്കന്റെ കാര്യം കൂടിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഞാനത് വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ബന്ധമുള്ളത് ഉണ്ണിച്ചക്കന്റെ കാര്യമാണ്. കാരണം ഉണ്ണിച്ചക്കൻ ഇവരുടെ ലിസ്റ്റിലുള്ള ആളാണെന്നും ഉണ്ണിച്ചക്കൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുന്നും ഒക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഉണ്ണിച്ചക്കന്റെ പേര് കൂടി പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊഴിച്ച് ഒരാൾ പോലും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാൾ പോലും അവിടെ പിടിക്കപ്പെട്ടു വന്നില്ല. ഈ മതിലകം ആക്ഷനിലുള്ളവരോ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളോ, നടവരമ്പത്തുനിന്ന് കുറെ സഖാക്കൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആളൂർ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ പല ഭാഗത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, കണ്ടശങ്കടയിൽ നിന്നും കുന്നംകുളത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരും വന്നില്ല എന്നുള്ളത് കൊണ്ടും പിടിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് നുണയാണ് എന്ന് വരുന്ന വിധത്തിലുള്ള ഒരു തെളിവും പിന്നീട് പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള കുറച്ച് മർദ്ദനവും കാര്യങ്ങളും ഈ ചില പോലീസുകാരുടെ ഭാഗത്തു നിന്നൊക്കെയാണ് എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അവിടെ വെച്ചിട്ട് നമുക്ക് മർദ്ദനം ഏൽക്കുന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥ അവിടെ നടക്കുന്ന ഈ മർദ്ദനങ്ങളും രാത്രി നടക്കുന്നതെല്ലാം സാക്ഷിയായി അവിടെ ഉറക്കമില്ലാത്ത രാത്രികൾ കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അത്തരം ഒരു അനുഭവമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഞങ്ങൾ 2 പേരുടെ കാര്യം തന്നെയായിരുന്നു. ഞങ്ങൾ 2 പേരും പറഞ്ഞത് ഏകദേശം സമാനമായിരുന്നു. അതല്ല, അത് ഞങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് പറയുന്ന തരത്തിൽ വേറെ ആരെയും പിടിക്കപ്പെടുന്നില്ല. പിന്നെ അങ്ങനെ സാധ്യത ഉണ്ടായിരുന്ന 2 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ
പോലീസിന്റെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ഒരു രാത്രിയിൽ റെയ്ഡിന് പോയിട്ട് വന്നോളം അങ്ങേറ്റത്തെ അട്ടഹാസവും അതുപോലെ തന്നെ അവിടെ കിടന്നിരുന്ന പലരെയും പിടിച്ച് വെറുതെ ഒന്ന് ചോദിക്കാതെ മർദ്ദിക്കലും ഒക്കെ രാത്രി മുഴുവൻ ഭയങ്കര പ്രശ്നമായിരുന്നു ഉണ്ടായത്. അപ്പൊ എന്താണ് ഇതിന്റെ സംഭവം? പിന്നീട് പിറ്റേ ദിവസമാണ് അറിയുന്നത് രാമേന്ദ്രനും ഈ ഹമീദും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് റെയ്ഡിന് പോയത് ഇവിടെ തുരുത്തിപ്പറമ്പിലുള്ള ദേവസിക്കുട്ടി എന്ന് പറയുന്ന സഖാവിനെ പിടിക്കാൻ വേണ്ടിയാണ്. പിന്നീട് CPM-യിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന പാർട്ടിയുടെ അന്നത്തെ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ദേവസിക്കുട്ടി, നയത്തോടന്റെ ദേവസിക്കുട്ടി. അപ്പൊ ആ ദേവസിക്കുട്ടിയെ പിടിക്കാനായിട്ടാണ് അവർ വീട്ടിലേക്ക് പോയി റെയ്ഡ് നടത്തി. വളഞ്ഞ് ദേവസിക്കുട്ടിനെ പിടിച്ചു. ദേവസിക്കുട്ടി വളരെ കൂളായിട്ട് അവരുടെ കൂടെ പോയി. എന്ത് സാറേ വന്നതെന്ന് ചോദിച്ച് യാതൊരു പ്രശ്നമില്ലാത്ത പോലെ അവരുടെ കൂടെ പോയി. അപ്പൊ അവർ പറഞ്ഞു, നീ വാ, നമുക്ക് സുബ്ബരന്റെ വീട് അറിയാം, സുബ്ബരനെ പിടിക്കണം, അപ്പൊ നീ കൂടെ വന്ന് അതിന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അതിനെന്താ സാറേ ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ സുബ്ബര എനിക്ക് ഒരു വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു. വിയാർപുരത്തുള്ള മടത്തിപ്പറമ്പൻ സുബ്രൻ എന്ന് പറയുന്ന പഴയുടെ പഞ്ചായത്ത് മെമ്പറൊക്കെയായിരുന്ന രാമൻകുട്ടി, അദ്ദേഹത്തിന്റെ അനിയൻ സുബ്രനാണ്. ആളെ വീട്ടിൽ അവിടെ വീട്ടിലെത്തി. വീടിന്റെ പടിക്ക് എത്തിയപ്പോ ഇദ്ദേഹം ദേവസ്കുട്ടി പറഞ്ഞു, സാർ നിങ്ങൾ ഇവിടെ പുറത്ത് നിന്നാൽ മതി, ഞാൻ ആളെ വിളിച്ചിട്ട് കൊണ്ടുവരാം, പതുക്കെ സംസാരിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അവർ വളരെ ജാഗരൂകരായി അത്യാവശ്യം തോക്കോ സാധനമൊക്കെ റെഡി ആക്കിയിട്ട് രാമേന്ദ്രനും കൂട്ടരും വാതിൽ ഗേറ്റിന്റെ 2 വശത്തും മറഞ്ഞ് അവിടെ നിന്നു. അപ്പോൾ ദേവസ്കുട്ടി സുബ്രാനെ വിളിച്ചു. ആളെ എനിക്ക് വന്നു, എന്തെന്ന് ചോദിച്ചു. എനിക്ക് വന്നു. പുറത്ത് കടന്നവര് പറഞ്ഞു, 5-6 പട്ടികളുണ്ടാന്ന് പറഞ്ഞിട്ട് ഊരിക്കോ എന്ന് പറഞ്ഞു. 2 പേരും കൂടി ഊട്ടി പിൻവശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇവര് ഒരുപാട് പുറകെ പിന്തുടർന്ന് ഓടുകയൊക്കെ ചെയ്തു. പാടവും തോടും ഒക്കെ കടന്ന് അവർക്ക് നല്ല പരിചയമുള്ള ആ സ്ഥലത്തുകൂടെ അവർ രക്ഷപ്പെട്ടു. ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ അരിശം തീർക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്ന് ഇവിടെ കിടന്ന അട്ടഹാസവും കാര്യങ്ങളും മുഴുവൻ നടത്തിയത്. പിന്നെ അതിനുശേഷം നമ്മൾ അറിഞ്ഞത്, അതിനുശേഷം ഞാൻ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ജയിലിലേക്കൊക്കെ പോയതിന് ശേഷവും അതേ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. വീണ്ടും ഒരു ദിവസം ഇതേപോലെ തന്നെ സുബ്രന്റെ വീട്ടില് സുബ്രൻ അന്നും ഈ പറഞ്ഞ പോലെ രാത്രിയും പാത്തും പതുക്കിയും ഒക്കെ അങ്ങനെ നടന്ന് അങ്ങനെയാണ് നിൽക്കുന്നത്. ദേവസ്കുട്ടി പക്ഷെ എനിക്ക് തോന്നുന്നു ദേവസ്കുട്ടി അതോടുകൂടി ഇവിടെ നിന്ന് മാറി എവിടേക്കോ മാറിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നവരെ ദേവസ്കുട്ടിയെ ഒന്നും പിടിക്കാൻ കിട്ടിയിട്ടില്ല അവർക്ക്. സുബ്രനെയും പിടിക്കാൻ കിട്ടിയിട്ടില്ല. സുബ്രനെ വീണ്ടും ഒരു ദിവസം കൂടി വീട്ടിൽ ചെന്ന് അവർ ചെല്ലുന്നുണ്ട്. അപ്പൊ സുബ്രൻ തന്നെ വീടിന്റെ പടിക്ക് ഇരിക്കുമ്പോ ആള് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ രാമൻകുട്ടിയാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ സുബ്രന്റെ മൂത്ത ചേട്ടന്റെ പേര് പറഞ്ഞു. ഞാൻ രാമൻകുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സുബ്രൻ ഉണ്ട് അവിടെ. ആളുണ്ടാവും, മുകളിലുണ്ടാവും എന്ന് പറഞ്ഞു. മുകളിലുണ്ടാവും. അപ്പൊ നീ വിളിക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് സുബ്രൻ പറഞ്ഞു, ഭയങ്കര ശല്യമാണ് സാറന്മാരെ, ഞങ്ങൾക്ക് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ശല്യമാണ്, നക്സലാണ്, അങ്ങനെയാണ്. അപ്പൊ ആളെ പിടിച്ചോ, ഞാനിപ്പോ വിളിക്കാം എന്ന് പറഞ്ഞു. ചെന്ന് അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞു. പോലീസുകാർ കൂടെ വാദിക്കവരെ ചെന്നപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാളെ ടോർച്ച് കൊണ്ടാണ് പഠിക്കുന്നത്. ആ ടോർച്ച് കൊണ്ട് അവരുടെ കൂടെ ചെന്ന പോലീസുകാരനെ ആഞ്ഞൊരു അടി അടിച്ചിട്ട് ഊരി രക്ഷപ്പെട്ടു ഈ സുബ്രൻ സഖാവ്. അപ്പോ അങ്ങനെ 2 വട്ടം ഇദ്ദേഹം കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ആ കബളിക്കപ്പെട്ടതിന്റെ ഒരു അതിനെ തുടർന്നാണ് അതിശക്തമായ രീതിയിലുള്ള നക്സലൈറ്റ് വേട്ട എന്ന് പറയാവുന്ന വിധത്തിൽ ശരിക്കും അരിച്ചു പെറുക്കിയൊക്കെ നടക്കുന്നതും UC അടക്കമുള്ള ആൾക്കാർ പിടിക്കപ്പെടുന്നതും. ഒരുപക്ഷെ UC പറയായിരിക്കും അത്. ഞാൻ അതിലേക്ക് കൂടുതൽ വരുമ്പോൾ ഇത് പറയല് മുടങ്ങിപ്പോകുന്നു. UCയൊക്കെ ഇടയ്ക്ക് അപകടം പറ്റുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിനെ തുടർന്നാണ്. ഈ 2ാമത്തെ ഇവരുടെ ഒളിച്ചോട്ടത്തിന് ഇവരെ കബളിപ്പിച്ച് ഓടി രക്ഷപ്പെട്ടതിന് ശേഷം. അപ്പൊ ഇങ്ങനെ അതിനകത്ത് ഈ ജയിലിൽ അത്രയും ദിവസം അവിടെ കിടക്കുകയും മൊഴിയെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തോളമാണ്. എനിക്ക് കൃത്യമായ ദിവസങ്ങൾ ഓർമ്മയില്ല. എന്തായിരുന്നാലും ഒരു ഒക്ടോബർ മാസം ആദ്യം മറ്റോ ആണ്, ഒക്ടോബർ അവസാനം ആ സമയത്താണ് ഞങ്ങൾ അവിടെ ക്രൈംബ്രാഞ്ചിന്റെ ഇതിലെത്തുന്നത്. അതിനുശേഷം നവംബർ മാസം 75 തന്നെ നവംബർ മാസം 22-ാം തീയതിയാണ് ഞങ്ങളെ കുറച്ച് പേരെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോവാം, നിങ്ങളെ വിടാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഇതിലൊക്കെ ഒപ്പുവയ്ക്കാൻ പറഞ്ഞ് എന്തോ കടലാസിലൊക്കെ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് നിങ്ങൾ വണ്ടി വരും, നിങ്ങളൊക്കെ ഇവിടുന്ന് വിടും എന്ന് പറഞ്ഞു.
എല്ലാവരെയും വണ്ടിയിൽ പേര് വിളിച്ച് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, ഒരു സെറ്റ് ആളുകൾ. ഞാൻ ചന്ദ്രനുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങളെ വിട്ടത് നേരെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ്, അവിടേക്കാണ് വിട്ടത്. അപ്പോൾ അത് അവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് പറഞ്ഞത്, ജയിലിലേക്കാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ എന്തായിരുന്നാലും അതൊരു മോചനം തന്നെയായിരുന്നു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ജയിലിലേക്കുള്ള മോചനമായിരുന്നു നടന്നത്. ജയിലിലെത്തിയിരുന്നു, ഞങ്ങൾ അവിടെ എത്തുന്നു. പിന്നെ ജയിലിൻ്റെ അനുഭവങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ചിലെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലും മർദ്ദനവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ ഒരു ദിവസം ഈ രാമചന്ദ്രൻ ചോദ്യം ചെയ്യുന്നുണ്ട്, ഈ SI അധികാരത്തെ. ആളെന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും. ഇയാൾ എത്ര മണ്ടനാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. എന്നോട് ചോദിച്ചു, ഈ റെഡ് സ്റ്റാർ ഓവർ ചൈന എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പുസ്തകം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിലെടുക്കാൻ വന്നപ്പോൾ ജോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ വാചകമാണ്, പിന്നൊക്കെ നീ എങ്ങനെ ഇവരുടെ വാലിൽ ഇങ്ങനെ നടന്ന് ഈ ഇതിൽ നടക്കല്ലാണ്ട് നിനക്ക് എങ്ങനെ പിന്നെ ഇതൊക്കെ വായിക്കാണ്ട് എങ്ങനെ വിവരം വെക്കുക നിനക്ക് എന്നാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെ ആ പുസ്തകത്തെ എഡ്ഗാർ സ്നോയുടെ റെഡ് സ്റ്റാർ ഓവർ ചൈന, ചൈനയ്ക്ക് മേൽ ചുവപ്പ് താരം, അങ്ങനെ മിക്കവാറും ഈ ക്ലാസ്സുകളിലൊക്കെ വരുന്ന ആളുകളൊക്കെ വായിക്കുന്ന, അവർ പറയും, വായിക്കാൻ എത്തിച്ചു കൊടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു അത്. ഞാനൊക്കെ വന്ന ആ സമയത്ത് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള പാർട്ടിയെ ബന്ധപ്പെടുന്ന കാലത്ത് തന്നെ വായിച്ച പുസ്തകമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഈ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ. തനി അങ്ങേയറ്റം മണ്ടന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവര്. ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഒരാളെ പോലും കസ്റ്റഡിയിൽ എടുക്കുകയോ ഒരാളെ പോലും തടവിലാക്കുകയോ ചെയ്യാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ബുദ്ധിപരമായ കഴിവ് ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്തരത്തില് സഖാക്കളെ ഇടിച്ച് മർദ്ദിച്ച് ആളുകളെ അവസരമാക്കിയിട്ട് ഈ മർദ്ദിച്ച് ഉരുട്ടിയോടത്ത് പിറ്റേ ദിവസം വീണ്ടും ഉരുട്ടി, അല്ലെങ്കിൽ അവിടെ കൈ കൊണ്ടും പരിസൽ കൊണ്ടും റൂത്തടി കൊണ്ടൊക്കെ കാലുമിട്ട് കുത്തി, അതുപോലെ തന്നെ കൈ പുറകിലാക്കിയൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ട് താഴെ കാലിലെ വെള്ളയിൽ അടിച്ച്, ഇങ്ങനെയൊക്കെ ഭീകരമായ മർദ്ദനങ്ങളിലൂടെ എന്തെങ്കിലും ചോർത്തിയെടുത്ത് കിട്ടിയിട്ട് അത് വെച്ച് ആളുകളെ അന്വേഷിച്ച് പിടിക്കുക അല്ലാതെ കസ്റ്റഡിയിലെടുക്കുക അല്ലാതെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ജയിലിൽ എത്തിയിട്ടുള്ള കാര്യമാണ്. ജയിലിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഞങ്ങൾ എത്തുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ അതിൻ്റെ കവാടത്തിലെത്തി ഞങ്ങൾ അത്യാവശ്യം പരിശോധനകൾക്കൊക്കെ ശേഷം ജയിലിലെ വാർഡിലേക്ക് വിടുന്നുണ്ട്. ഞങ്ങൾ നേരെ വാർഡിലേക്ക് പോകുന്നത് സെൻട്രൽ ജയിലിലെ ഡി ബ്ലോക്കിലാണ്. ഡി ബ്ലോക്കിൽ ഉള്ള ആ ബ്ലോക്കിലാണ് എത്തുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെയുള്ള രഘുമാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, രഘുമാഷൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്, ഈ ഡി ബ്ലോക്കിലുണ്ട്. അപ്പൊ അവരൊക്കെ അതിന് മുമ്പ് തന്നെ ഒരു ബാച്ച് ആളുകളെ ഈ ഇവര് ജയിലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. 14 പേരെ മറ്റും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഉള്ളവരായിരുന്നു ഇവരൊക്കെ, ഈ രഘുമാഷ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്നു. ഇപ്പൊ ജയിലിൽ എന്തായിരുന്നാലും കോൺസെൻട്രേഷൻ ഈ ക്യാമ്പിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു മാറ്റമാണ്. ജയിലിലേക്ക് വരുമ്പോൾ അടച്ചിട്ട മുറിയാണ്, 4 പേർക്ക് കിടക്കാവുന്ന കുടിസ് മുറിയാണ്. കിടക്കാനായിട്ട് കടലാസിന് പകരം ഒരു ചൗക്കാളം നമുക്ക് തരുന്നുണ്ട്. തുണിയുടെ ഒരു ചൗക്കാളം ഉണ്ട്, അതിൽ കിടക്കാം. ഒരു അലൂമിനിയത്തിന്റെ പ്ലേറ്റും അതുപോലെ തന്നെ ഒരു മോന്തയും നമുക്ക് തരുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക്, ഭക്ഷണം കഴിക്കാനൊക്കെ. പിന്നെ രാത്രിയിൽ ആണ് ഇതിനകത്ത് അടച്ചിടുന്നുള്ളൂ. പകല് ഈ വളരെ ചെറിയൊരു കോമ്പൗണ്ട് ആണെങ്കിലും വലിയ ചുറ്റുമതിലുകളൊക്കെ അതിനുണ്ടെങ്കിലും അതിനകത്ത് നടക്കാനും അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള സൗകര്യം ആ ജയിലിൽ അന്നുണ്ടായിരുന്നു. ഭക്ഷണമാണെങ്കിൽ അത്യാവശ്യം നല്ല ഭക്ഷണമാണെന്ന് പറയാം. രാവിലെ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ആട്ടിറച്ചി തരുന്നുണ്ട്, ഒരു ദിവസം ഈ മീൻ വറുത്തതും അത്തരം കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ രഘുമാഷി എന്നൊക്കെ മനസ്സിലാക്കുന്നത്, ഈ ഭക്ഷണം പോലും കിട്ടാനായിട്ട് ഇവരവിടെ സമരം ചെയ്യേണ്ടി വന്നിരുന്നു. അതിനു മുമ്പ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർക്ക് അവിടെ സമരം ചെയ്യേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അവിടെ മറ്റു തടവുകാർക്ക് സ്പെഷ്യൽ സബ് ജയിലിലാണ് ഇവരെയൊക്കെ കൊണ്ടുപോയത് ആദ്യം. അവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ കുറെ പേരുണ്ടായിരുന്നു. CPM-ന്റെ പ്രധാനമായിട്ട് CPP-ന്റെ കുറെ നേതാക്കന്മാർ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാന സംഘടനാ കോൺഗ്രസിന്റെ അതിൻ്റെ കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഈ നക്സലൈറ്റ് തടവുകാരെന്ന് പറഞ്ഞ് ഇവരും അതുപോലെ തന്നെ
പറവൂര് മാഞ്ഞാലി ഭാഗത്തു നിന്നുള്ള കുറച്ച് പേരൊക്കെ അവിടെ എത്തിപ്പെടുന്നത്. ഇത് സ്വാഭാവികമായും ആ സഖാക്കൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കി. പാർട്ടി നേതാക്കന്മാരായ ആളുകൾക്കൊക്കെ ഒരു വലിയ അലോസരം ഉണ്ടാക്കിയിരുന്നു ഇവരൊക്കെ അതിനകത്തേക്ക് വന്നപ്പോൾ. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ചെറിയ തോതിലുള്ള കിട്ടിയ ഭക്ഷണത്തെ കുറിച്ചൊക്കെ പരാതിയൊക്കെ പറഞ്ഞ് അതിന്റെ പേരിൽ ഇവരെ ഈ തടവുകാരെ അവിടെ നിന്ന് നക്സലേറ്റ് തടവുകാരെയും അതുപോലെ തന്നെ RSSന്റെ തടവുകാരെയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ ഇവര് നിർബന്ധിച്ച് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇവര് നക്സലേറ്റുകളെ RSSകാരും കൈകാര്യം ചെയ്യുന്ന പോലെയല്ല അന്ന് ഈ മാർക്സിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ വാസ്തവത്തിൽ അവിടെ ജയിലൊന്നും കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് അവർ നാളെ ഭരണത്തിൽ വരാൻ പോകുന്നവരാണെന്നുള്ള ധാരണ മിക്കവാറും പോലീസുകാർക്കൊക്കെ ഉണ്ടാവും. അടിയന്തരാവസ്ഥ എന്നെങ്കിലും പിൻവലിക്കപ്പെട്ടാൽ ഇവരൊക്കെ അധികാരത്തിൽ വരാം. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ അത്ര വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരോടൊക്കെ പെരുമാറിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു സമ്മർദ്ദത്തിനും പ്രേരണയ്ക്കും വഴങ്ങി ഇവരെ സെൻട്രൽ ജയിലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഭക്ഷണം അവിടെ സ്പെഷ്യൽ സബ് ജയിലിൽ കൊടുക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് ഇവിടെയും തരേണ്ടത്. പക്ഷെ വളരെ മോശപ്പെട്ട ഭക്ഷണം, കഞ്ഞി തരുന്നതിന് പുഴു വരെ ഉണ്ടായിരുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനെതിരെ രഘുമാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അന്ന് എത്തിപ്പെട്ട ആദ്യത്തെ ബാച്ചിലുള്ള ആളുകൾ സമരം ചെയ്യുകയും ഭക്ഷണം കഴിക്കില്ല എന്ന നിലപാടെടുക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്നാണ് അതിനൊക്കെ കുറേ മാറ്റം വരുന്നത്. അതുപോലെ തന്നെ കളിക്കാൻ സാധനങ്ങൾ, മറ്റു സ്പെഷ്യൽ സബ് ജയിലിൽ അവർക്ക് കളിക്കാനും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയമായപ്പോഴേക്കും അവിടെ അത്യാവശ്യം ഒരു ക്യാരം ബോർഡും അതുപോലെ തന്നെ റിങ് എന്ന് പറയുന്ന ഈ എറിഞ്ഞ് കളിക്കുന്ന റബ്ബറിന്റെ അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതൊക്കെ ഉപയോഗിച്ച് കളിക്കാനൊക്കെ പറ്റും. പക്ഷെ അതൊന്നും ആ സൗകര്യങ്ങളൊന്നും ആദ്യം അവർ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ആ ജയിലിൽ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഏകദേശം 100ഓളം പേരുണ്ട് അവിടെ. അതിനകത്ത് തന്നെ ചില സെല്ലുകളിൽ ഇവിടെ നിന്നുള്ള കൊടുങ്ങല്ലൂർ പറവൂർ ഭാഗത്ത് കുമ്പളത്ത് നടന്ന ഒരു കൊലക്കേസ്, ഒരു സമരം ഉണ്ടായിരുന്നു. ഇത് ഈ നക്സൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ ഒരു ഹാജിയാരെ കൊലക്കേസ് ഉണ്ടായിരുന്നു. അതിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവർ പകലും അതിനകത്ത് ഒറ്റയ്ക്ക് അടച്ചു പൂട്ടിയിടുകയാണ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ മുറികളിൽ 4 പേര് വീതം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇപ്പം കുളിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി കുളിക്കാന്ന് പറഞ്ഞ് പുറത്ത് ടാങ്ക് കെട്ടിയിട്ട് ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇതുപോലെ കളിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. പത്രങ്ങൾ കുറേ അധികം കരി വാരി തേച്ചിട്ടുള്ളതാണെങ്കിലും പത്രങ്ങൾ അത്യാവശ്യം വായിക്കാൻ കിട്ടുമായിരുന്നു. അതായത് അവർക്ക് സംശയം തോന്നുന്ന പത്രങ്ങൾക്ക് മുഴുവൻ സെൻസർഷിപ്പ് ഉണ്ട്. പത്രങ്ങളിൽ വാർത്ത ജില്ലാ സെൻസർ ഓഫീസറും ഓരോ ഓഫീസർമാരും പരിശോധിച്ച് അവർ ബോധ്യപ്പെടുന്ന വാർത്തകൾ മാത്രമേ പത്രങ്ങളിലന്ന് വരുന്നുള്ളൂ. ഇവിടെ സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ കേശവന്റെയും ഈനാമ്പേച്ചിനെ പിടിച്ചതിന്റെ ഈനാമ്പേച്ചി പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നുള്ള വാർത്തയ്ക്കാണ് ഫ്രണ്ട് പേജിൽ അന്ന് പത്രങ്ങളിൽ വരുന്നത്. പിന്നെ എല്ലായിടത്തും അച്ചടക്കവും അതുപോലെ തന്നെ ജോലിക്കാരൊക്കെ കൃത്യസമയത്ത് വരുന്നതും, സമരമില്ല, പണിമുടക്കില്ല, ജാഥകളില്ല, ഹർത്താലില്ല, ബന്ദില്ല, അങ്ങനെ ആകെ കൂടെ സമാധാനപരമായ ആ അന്തരീക്ഷത്തിൽ അതിനെ പറ്റിയ കുറേ വാർത്തകൾ മാത്രമാണ് ഉള്ളത്. പക്ഷെ അതിൽ പോലും ഞങ്ങൾക്ക് വായിക്കാൻ തരുന്ന പത്രങ്ങളിൽ ഒരുപാട് ഹെഡിങ്ങുകളും വാർത്തകളും കറുത്ത മഷിയുണ്ട് മാച്ച് കളഞ്ഞ് എന്നിട്ടുള്ള പത്രങ്ങളാണ് നമുക്ക് വായിക്കാനൊക്കെ അന്ന് നൽകിയിരുന്നത്. പിന്നെ അത്യാവശ്യം അവിടെ ഒരു ഡോക്ടറുണ്ട് ആശുപത്രിക്ക് മൊത്തം. അവിടെ അത്യാവശ്യമുള്ള ആളുകൾക്ക് അപ്പോൾ ഈ മർദ്ദനമൊക്കെ ഏറ്റവും ഒരുപാട് ആയി വന്ന ആളുകൾ അവിടെ പോയി അവർക്ക് മരുന്ന്, സാധാരണ വലിയ തോതിലുള്ള മരുന്നൊന്നും അല്ലെങ്കിലും സാധാരണ രീതിയിലുള്ള ഔഷധങ്ങളൊക്കെ കിട്ടുമായിരുന്നു, മരുന്ന്. അപ്പോൾ അതാണ് ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ജയിലിൽ അത്യാവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കത്തുകൾ അയക്കാനുള്ള സൗകര്യം, മാസത്തിൽ 2 കത്തൊക്കെ മറ്റു കുടുംബത്തേക്ക് അയക്കാം. വീട്ടിലേക്ക് കത്ത് അയക്കുമ്പോൾ അതിൽ പോലും അവർക്ക് സംശയമുള്ള ഏതെങ്കിലും വാക്കുകളോ പദങ്ങളോ എന്തെങ്കിലും അതിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാച്ച് കളഞ്ഞിട്ടാണ് ആ കത്ത് അയക്കുള്ളൂ. അതല്ലെങ്കിൽ ആ കത്തുകൾ അയക്കില്ല. ആ കത്തുകൾ വീടുകളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ചെയ്തത്. വീടുകളിലേക്ക് സ്വന്തം വീട്ടിലേക്ക് മാത്രം കത്തയക്കാനാണ് അനുവാദം ഉണ്ടായിരുന്നത്. അപ്പം അതുപോലും ഈ തരത്തിൽ ഉള്ള കത്തുകൾ ആണെങ്കിൽ മറ്റേ ഇപ്പം ഞാൻ തന്നെ വീട്ടിലേക്ക് അയച്ചൊരു കത്ത് അതിന് ശേഷം ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം എനിക്ക് കിട്ടുമ്പോൾ ഞാനതിൽ കാണുന്ന ഒരു വാക്ക് മാച്ചിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ പെങ്ങളുടെ മകൻ ഷിബു കൊച്ചുകുട്ടിയാണെന്ന്. അപ്പോൾ അവൻ കോഴിമുട്ട വേണമെന്നുള്ളത് അവന് പുഴുങ്ങി കോഴിമുട്ട കിട്ടണമെന്ന് വലിയ താല്പര്യമാണ്. അപ്പോൾ അവന് കോഴിമുട്ട എന്ന് പറയാറില്ല, അവൻ ടപ്പട്ടാട്ട എന്നാണ് പറയാറുള്ളത്. അപ്പം ഞാനൊരു എഴുത്തിൽ അങ്ങനെ ചോദിച്ചു, ഷിബു ഇപ്പോഴും ടപ്പട്ടാട്ട ചോദിച്ച് കരയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ടപ്പട്ടാട്ട അവർ മാച്ചു.
അതെന്തോ വല്ല കോഡ് ഭാഷയായിരിക്കും, എന്തെങ്കിലും ബോംബിൻ്റെ എഴുതിൻ്റെ ആണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കറുത്ത മഷി കൊണ്ട് മാച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് വീട്ടിലെത്തിയപ്പോൾ കത്ത് കിട്ടുമ്പോഴാണ് ഈ ടപ്പട്ടാട്ട മാച്ച് ഇത് ചെയ്തിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ള ഇതൊക്കെ ചെയ്തിട്ട് കത്തുകൾ അയക്കാൻ വീടുകളിൽ നിന്ന് ആളുകൾക്ക് ഇടവേളയിൽ മാസത്തിലൊരിക്കലും മറ്റു വീട്ടുകാർക്ക് വന്ന് പ്രത്യേക രേഖകളും ഒക്കെ വാങ്ങിച്ച് അധികാരികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് അവിടെ വന്ന് കാണാനുള്ള സൗകര്യം അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ പോലീസുകാർ രാഷ്ട്രീയ തടവുകാരാണെന്നുള്ളത് കൊണ്ട് തന്നെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ കൃത്യമായി നമ്മുടെ ഏരിയത്ത് നിന്ന് കേട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ സാന്നിധ്യത്തിലാണ് സംസാരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് ജയിലിലുണ്ടായിരുന്നത് ഇപ്പോൾ ഞാനും ചന്ദ്രനും അതുപോലെ തന്നെ തിരുത്തിപ്പറമ്പിൽ നിന്ന് കേളപ്പൻ ഉണ്ടായിരുന്നു. പിന്നീട് ഈ അവരുടെ സംഭവ സൊസൈറ്റിയുടെയും ഒക്കെ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്ന KR കേളപ്പൻ, അദ്ദേഹം ഞങ്ങളുടെ മുറിയിൽ തന്നെയായിരുന്നു. പിന്നെ വിയാർപുരത്തു നിന്നുണ്ടായിരുന്ന ഒരു വേലായുധൻ എൻ്റെ മുറിയിൽ, ഞങ്ങൾ 4 പേരാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ നമ്മുടെ പരിസരത്ത് ഈ കാരൂരിൽ നിന്ന് ഫ്രാൻസിസ് അന്ന് ജയിലിലുണ്ടായിരുന്നു. ഈ ആളൂർ പഞ്ചായത്ത് ഈ പരിസരത്ത് നിന്ന് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കോട്ടാറ്റിൽ നിന്ന് അഗസ്തി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് നിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു രവി ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുശ്ശേരി ഭാഗത്തുനിന്നുള്ള ഒരു രാമൻ എന്ന ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ നടത്തിയിരുന്ന ട്യൂഷനൊക്കെ എടുത്തിരുന്ന രാമൻ ഉണ്ടായിരുന്നു. മറ്റത്തൂരിന്ന് രഘുമാഷും പിന്നെ ഒരു ഉണ്ണിച്ചക്കനായിരുന്നു അന്നുണ്ടായിരുന്നു. ഒരു ഉണ്ണിച്ചക്കൻ ഉണ്ടായിരുന്നില്ല, മാഷ് കേൾക്കുന്നുണ്ടാവും. ഒരു ഉണ്ണിച്ചക്കൻ എന്ന് പറഞ്ഞൊരു സഖാവുണ്ട്, കോടാലി ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന. ഇല്ല അല്ലേ? ഇല്ല. പിന്നെ നടവരമ്പത്തു നിന്നാണ് കുറേ സഖാക്കൾ, രാമൻകുട്ടി, ഇവരൊക്കെ വരുന്നത്. ഇതിനിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന സംഭവം ജയിലിനകത്തുണ്ടാകുന്നത് ഈ ഉണ്ണിച്ചക്കൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വരവാണ്. ഉണ്ണിച്ചക്കനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഉണ്ണിച്ചക്കൻ ഒരു വർഷം ഒന്നുകൂടി അതുകൂടി സൂചിപ്പിക്കുന്ന നന്നായിരിക്കും. ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് വലിയ പിടിയില്ല. അത് മാത്രമല്ല, ഒരുപാട് കഥകൾ അതേക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. പല ആളുകളും പലതരത്തിലും. ഇന്നും ചിലരൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ വേറെ ചില കഥകൾ, അതിനു മുമ്പ് വേറെ ചില കഥകൾ ഉണ്ണിച്ചക്കൻ അപകടം പറ്റുന്നതിനെ കുറിച്ചും പിടിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഉണ്ട്. അത്യാവശ്യം വീരപരിവേഷമുള്ള കഥകളും അല്ലാത്ത വിധത്തിലുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഉണ്ണിച്ചക്കനൊക്കെ ജയിലിലേക്ക് വരുന്നത് അതിനുശേഷമുള്ളൊരു സമയത്താണ്. അപ്പോഴാണ് ഈ നടവരമ്പത്ത് നിന്നുള്ള സഖാക്കൾ കുറേ പേര്, ഉണ്ണിച്ചക്കൻ പിടിക്കപ്പെടുന്നത് നടവരമ്പത്ത് വെച്ചാണ്. നടവരമ്പത്ത് കോളനി ഇതുപോലെ തന്നെ മൊത്തം ഏറെക്കുറെ മുഴുവൻ ആ കോളനിക്കാരും പാർട്ടി CPML പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. അവർക്ക് മുഴുവൻ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് വരുന്നുണ്ട്. രാമൻകുട്ടി പിന്നീടും ചില കേസുകളിലൊക്കെ പെടുകയും ഒക്കെ ഉണ്ടായിരുന്ന സാംസ്കാരിക വേദി കാലത്ത് അവിടെ തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് പോലീസിന് തോക്ക് തട്ടിപ്പറിച്ച കേസ്, അതിലെ പ്രതിയായിരുന്ന രാമൻകുട്ടി എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ ചന്ദ്രൻ, കൊച്ചുണ്ണി, 2 ചന്ദ്രന്മാർ, കൊച്ചുണ്ണി, ഉണ്ണിച്ചക്കൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ട് അപകടത്തിൽപ്പെട്ട ഒരു കൈയിന് ഇതേപോലെ പരിക്ക്, ഒരു കൈയിൻ്റെ 3 വിരലൊക്കെ നഷ്ടപ്പെട്ടു പോയ ഉണ്ണിമോൻ എന്ന് പറയുന്ന സഖാവ് ഇവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ കമാൻഡർ നാരായണനും ഹുസൈനും ഇവരൊക്കെ കൂടാതെ ആക്ഷനിലുണ്ടായിരുന്ന കുറേയധികം ആളുകൾ, അത് ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന മൊമ്മാരിയോടൊപ്പം ഉണ്ടായിരുന്ന ചിദംബരൻ, പിന്നെ ആക്ഷനിലുണ്ടായിരുന്ന ആളുകൾ പുഷ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറേ അധികം ആളുകൾ. ഇപ്പോൾ അതിൽ ഒരുപാട് പേരിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലരും ഇടയ്ക്കിടയൊക്കെ ആയിട്ട് മരിച്ചു പോയിട്ടുള്ള ആളുകളാണ്. കാരണം 50 വർഷം മുമ്പാണ്. അന്നിപ്പോൾ ആ ജയിലിനകത്തുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ 2ാമത്തെ ആൾ ഞാനായിരുന്നു. അന്ന് എനിക്ക് 22 വയസ്സുണ്ട്. എന്നെക്കാൾ പ്രായം കുറഞ്ഞ കേച്ചേരിയിൽ നിന്നുള്ള ഹനീഫ ഉണ്ടായിരുന്നു അവിടെ. ഹനീഫ എന്നേക്കാൾ ചെറിയ പ്രായക്കാരനായിരുന്നു. കേച്ചേരിയിൽ നിന്ന് തന്നെ അന്ന് ഹനീഫയെ കൂടാതെ മുഹമ്മദ്
ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് നിന്ന് 2 പേരുണ്ടായിരുന്നു. ഈ കണ്ടശാങ്കടവിൽ നിന്നും മണലൂരിൽ നിന്നും കുറച്ച് പേര്, വളരെ മുതിർന്ന പാർട്ടിയിലൊക്കെ ഒരുപാട് കാലം പ്രവർത്തിച്ച 3-4 ആളുകൾ, നല്ല പ്രായമുണ്ടായിരുന്നു അവർക്ക്. ഈ കുന്നംകുളത്ത് നിന്ന് വന്ന ചുമ്മാരേട്ടൻ, അതുപോലെ തന്നെ പൈരിച്ചേട്ടൻ, ഇവരൊക്കെ പാർട്ടിയുടെ ആദ്യകാലം മുതൽ പ്രവർത്തിച്ചിരുന്ന പഴയ വളരെ മുതിർന്ന ആളുകളായിരുന്നു. CPM ഒക്കെ പ്രവർത്തിച്ചിരുന്നവരാണ്. അതുപോലെ തന്നെ ഈ മണലൂരിൽ നിന്ന് രാമകൃഷ്ണേട്ടൻ വളരെ സീനിയറായിട്ടുള്ള ഒരു വളരെ പ്രായം ചെന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ ഈ CPM-ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഏകദേശം 50ഓളം പേര്, അന്ന് ഞാൻ മുഴുവൻ ആളുകളുടെയും പേരുകളൊക്കെ മിക്കവാറൊക്കെ എനിക്ക് ഹൃദയസ്ഥമാണ്, പക്ഷെ അത് പറയാൻ ശ്രമിക്കുന്നില്ല. പിന്നെ അത് വിട്ടും ചില ആളുകൾ ഇപ്പോൾ നാട്ടികയിൽ കോട്ടൺ മില്ലിൽ ഒരു സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ച് അതിൻ്റെ പേരിൽ സമരം ചെയ്തു. അവിടെ ചെയ്തിരുന്നു, ഒരു സ്വതന്ത്ര യൂണിയൻ ഉണ്ടാക്കി. ആ യൂണിയൻ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തി അതിൻ്റെ 2 നേതൃത്വം നൽകി, ജേക്കബിനെയും സുധാകരനെയും. ഈ 2 പേരും നല്ല ഊർജ്ജസ്വലരായ ട്രേഡ് യൂണിയൻ പ്രവർത്തകരായിരുന്നു. 2 പേരും അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ അവിടെ ജയിലിലിട്ടിരുന്നു. ഞങ്ങളുടെ കൂടെ ആ ജയിലിൽ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്നുള്ള AGS ഓഫീസിലെ ജീവനക്കാരനായ മുരളി എന്ന് പറയുന്ന ഒരു സഖാവുണ്ടായിരുന്നു. ഇവരൊക്കെ ചിലർ അകലെ എന്നുള്ള മറ്റു ജില്ലകളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിപ്പെട്ടതാണ്. പിന്നെ ഒരു ജയിലർ തന്നെ, ഒരു നക്സലൈറ്റ് തടവുകാർക്ക് രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് രവി എന്ന് പറയുന്ന ഒരു ജയിലർ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ തടവുകാരനായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ ഇതേപോലെ തന്നെ ഈ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ട് അവിടെ അത്യാവശ്യം സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ക്ലാസ്സുകൾ നടത്തും. ഈ രഘുമാഷുടെയൊക്കെ മുൻകൈയിലാണ് അവിടെ കുറേയധികം ക്ലാസ്സുകൾ അവിടെ നടത്തിയത്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ പലരും വിദ്യാഭ്യാസപരമായി വളരെ പുറകിൽ നിന്നിരുന്ന ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ചരിത്രത്തിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സുകളും അങ്ങനെയുള്ള ഒരുപാട് ജനറൽ ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ അങ്ങനെ പലരും ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ സംസാരിക്കാനും അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നു. പിന്നെ പാട്ടുകൾ പാടുന്ന ഒരു ഇവരായ ആളുകൾ, ഇപ്പം രഘുമാഷൊക്കെ തന്നെ അന്ന് കുറേ പാട്ടുകൾ എഴുതി അവിടെ വെച്ചിട്ട്, ആ പാട്ടുകൾ എഴുതിയിട്ട് ആ പാട്ടുകൾ അവിടെ വെച്ചിന് സംഗീതം നൽകി പാടുന്ന ആ ഒരു ഇത്, അതൊക്കെ അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡോക്ടർമാരെ കാണാനായിട്ട്, പിന്നെ അന്നുണ്ടായ ഡോക്ടർമാരെ കാണുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇതുണ്ടായിരുന്ന ഒരു സംഭവമാണ് കുഴിക്കാട്ടുശ്ശേരിയിലെ ആയുർവേദ ആശുപത്രിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന നാരായണ വൈദ്യരുണ്ടായിരുന്നു. ആദ്യം മുതലുണ്ടായിരുന്ന ഒരു വൈദ്യരാണ്. പിന്നീട് ആളൂര് ആറമ്പച്ചത്തിൻ്റെ തെക്ക് വശത്ത് താമസിച്ചിരുന്ന ഡോക്ടർ വേണുഗോപാലിൻ്റെയും, പിന്നെ അവിടെ സുധാകരൻ തുടങ്ങിയ അനിയന്മാരൊക്കെ ഉണ്ട്, ഈ നാരായണ വൈദ്യരുടെ മക്കൾ. അപ്പോൾ ആ നാരായണ വൈദ്യർ അന്ന് ഇവിടെ നിന്നൊക്കെ പോയതിനു ശേഷം ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ആയുർവേദ ഡോക്ടറുടെ ഒരു സേവനം വളരെ മാസത്തിലൊരിക്കലോ ഏതൊരു ദിവസം അവിടെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാനത് താല്പര്യമുള്ളത് കൊണ്ട് ആയുർവേദ ഡോക്ടറെ കാണണം എനിക്ക് ചില കാര്യങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് അതിന് അനുവാദം കിട്ടി ചെല്ലുന്നത് നാരായണ വൈദ്യരുടെ മുന്നിലേക്കാണ്. ഞാനങ്ങനെ കടന്നു ചെല്ലുമ്പോൾ നാരായണ വൈദ്യർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ തടവിലാണ്, ജയിലിലാണെന്നുള്ളത്. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി സ്റ്റണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നാരായണ വൈദ്യർ നമ്മളെ കണ്ടിട്ട്. പിന്നെ അതൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ മരുന്ന് കാര്യങ്ങളൊക്കെ നല്ല ആയുർവേദ മരുന്നുകളൊക്കെ കുറച്ചൊക്കെ അദ്ദേഹം കഴിക്കാനുള്ള സാധനങ്ങളും അതൊക്കെ എഴുതി തരുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ മരുന്നുകൾ വാങ്ങാനായിട്ട് വീടുകളിൽ നിന്ന് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് അനുവാദം ഉണ്ടായി, ബീഡി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. അപ്പോൾ വീടുകളിൽ നിന്ന് ആളുകൾ പൈസ അയക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ വരുമ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരവർ, രഘുമാഷൊക്കെയാണ് അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്നതിൽ സാമ്പത്തിക ശേഷിയുള്ള ആൾ. അപ്പോൾ മാഷൊക്കെയാണ് അത്യാവശ്യം എല്ലാവർക്കും ബണ്ടിൽ കണക്കിന് ബീഡിയൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് മാഷ പൈസ കൊണ്ട് വാങ്ങി എല്ലാവരും ബീഡി വലിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അത്തരം സ്വഭാവങ്ങളില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ തോതിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് പൈസ അയച്ചിരുന്നെങ്കിൽ സാധനങ്ങൾ വാങ്ങിയൊക്കെ നമ്മളൊന്ന് ചെയ്തിരുന്നു. പിന്നെ ജയിലിൽ ഒരു അനുഭവം കൂടി പറയാനുള്ളത്, ജയിലിൽ ആയിരിക്കുമ്പോൾ ജയിലിൽ പരോളിന് അനുവാദമുണ്ട്. മിസ്സ തടവുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തടവിലാക്കപ്പെടുന്നത് മിസ്സ അനുസരിച്ചാണ്. മിസ്സ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്, ആഭ്യന്തര സുരക്ഷിതത്വ നിയമം. ആ നിയമം അനുസരിച്ചാണ് ഞങ്ങൾ ജയിലിലാക്കപ്പെടുന്നത്. ആ നിയമം അനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ ജഡ്ജിയുടെ മുമ്പിലോ കോടതിയിലോ ഹാജരാക്കേണ്ടതില്ല. അവിടെ പോയി അവരിൽ ഒരു തടവിൻ്റെ ഒരു ഉത്തരവ് അവർ വാങ്ങിച്ചു കൊടുക്കും, ഒരു ലിസ്റ്റ് കൊടുക്കും, ഒരു 20 പേരുടെ ലിസ്റ്റ് കൊടുത്തു. അവരെല്ലാം ജയിലിലേക്ക് അയക്കാനുള്ള ഒരു ഉത്തരവ് അവർ ആവശ്യപ്പെടും. അത് മജിസ്ട്രേറ്റ് അതിൽ ഒപ്പുവെച്ച്
കൊടുക്കും, അവരെ ജയിലിലേക്ക് കൊണ്ടുവരും. പിന്നെ അനിശ്ചിതകാലം ഒരു കാരണവും പറയാതെ ജയിലിലിടാമെന്നുള്ളതാണ് ആ മിസ എന്നുള്ള നിയമത്തിൻ്റെ പ്രത്യേകതയായിരുന്നത്. ആ നിയമം അനുസരിച്ചാണ് അന്ന് കൂടുതൽ പേരെയും ജയിലിൽ അടച്ചിരുന്നത്. ആ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ജയിലിൽ കോടതിയിൽ ഹാജരാക്കേണ്ട, എത്ര കാലത്തേക്ക് എന്ന് പറയേണ്ട, അനിശ്ചിത കാലത്തേക്ക് ജയിലിലിടാം എന്നുള്ളതാണ്. ഇന്ദിരാവസ്ഥ ഒരു അന്നത്തെ നിയമപരമായ കുറേ നിയമങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വകുപ്പായിരുന്നു അത്. പിന്നെ മറ്റൊരു വകുപ്പുണ്ടായിരുന്നു DAR ആണ്. പോളുമാഷ് കഴിഞ്ഞ് പോൾക്കോക്കാട് മാഷ് എഴുതിയപ്പോൾ 2 വകുപ്പ് അനുസരിച്ചും മാഷ് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം DAR അനുസരിച്ചാണെങ്കിൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂള് എന്നാണ് അതിൻ്റെ പേര്. DAR അനുസരിച്ചാണെങ്കിൽ 3 മാസത്തേക്കേ തടവ് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. 3 മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിട്ട് ആൾക്ക് വീണ്ടും ഒരു 3 മാസത്തേക്കോ എത്ര മാസമോ ശിക്ഷിക്കേണ്ടി വരും. അപ്പോൾ പലരും ആ DAR ഉണ്ടായിരുന്ന ആളുകൾ 3 മാസം കഴിഞ്ഞപ്പോൾ മോചനം നേടി പുറത്തു പോയിട്ടുണ്ട്. പിന്നെ മാഷ അതിനുശേഷം മറ്റൊരു കേസിൽ മിസ് അനുസരിച്ച് വീണ്ടും പോൾ മാഷ അറസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ മാഷ് പറയുമ്പോൾ നമുക്കറിയുന്നത് മാഷ് സ്പെഷ്യൽ സബ് ജയിലിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേരിട്ട് കാണാനോ സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ പരോള് ലഭിക്കുന്നു ഇന്നത് മിക്കവാറും എല്ലാവർക്കും അറിയാം. തടവുകാരൊക്കെ പ്രത്യേകിച്ചും കൊലപാതക കേസ്, രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ ജയിലിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, ഭരണ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് പരോള് പലപ്പോഴും പല ആളുകളും ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം പരോളിൽ ഇറങ്ങി നടക്കുന്നുണ്ട്, വീടുകളിലും ഒക്കെ ആയിട്ട് സുഖമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നക്സലൈറ്റ് തടവുകാർക്ക്, മിസ കാലാവധിയിലുള്ളവർക്ക് ആർക്കും തന്നെ ഞങ്ങളുടെ കാലാവധിക്കകത്ത് പരോള് ലഭിച്ചിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ അതിന് ഭാഗ്യം ഉണ്ടായ ഒരാൾ ഞാനായിരുന്നു. ഞാൻ എൻ്റെ ഈ അടുത്തിടെ മരിച്ചുപോയ എൻ്റെ ചേട്ടൻ്റെ മകള്, പത്മനാഭൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ മകള്, ബേബി എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ മകള് മരിച്ചത് ഞാൻ അടുത്ത ദിവസം പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പലർക്ക് ചിലർക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അടുത്തിടെ മരിച്ചതാണ് വെള്ളാങ്ങല്ലൂർ. ആ ബേബിയുടെ കല്യാണം നടക്കുമ്പോൾ ഞാനത് സർക്കാരിലേക്ക് ഒരു അപേക്ഷ പരോളിന് വേണ്ടി എഴുതി അയച്ചു. അവരുടെ അച്ഛനില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം നടത്തുന്നതിൽ ഒരു ഇളയച്ചൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ സാമീപ്യം അവിടെ ആവശ്യമാണ്, അതുകൊണ്ട് എനിക്ക് പരോൾ അനുവദിക്കണം. പ്രതീക്ഷയോടുകൂടി ആയിരുന്നില്ല. പക്ഷെ പരോൾ അനുവദിച്ചു. ഒരു ദിവസത്തേക്ക് പരോൾ എനിക്ക് അനുവദിച്ചു. അത് ആ ജയിലിലുണ്ടായിരുന്ന 100-100 പരം തടവുകാരിൽ പരോൾ ലഭിച്ച ഒരേ ഒരാൾ ഞാനായിരുന്നു. ആ പരോൾ ലഭിച്ചു. പരോൾ ലഭിച്ചപ്പോൾ അന്ന് രാവിലെ തന്നെ ഒരു പോലീസ് വണ്ടിയിൽ 4-5 പോലീസുകാർ അത്യാവശ്യം കയ്യുമ്മ ചങ്ങലയൊക്കെ ഇട്ട്, മിസ തടവുകാരനാണ്, രാഷ്ട്രീയ തടവുകാരാണ് പറയുമ്പോൾ, പക്ഷെ ചങ്ങലയൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് കല്യാണം മടത്തുംപടിയിലാണ് കല്യാണം നടക്കുന്നത്. അവരുടെ വീടിനടുത്തേക്ക് എത്തിച്ച് അവിടെ വെച്ച് ജയിലിൽ വരുമ്പോൾ ഈ കയ്യാമ അഴിച്ചു മാറ്റി വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, മനോരേട്ടൻ്റെ ചേട്ടൻ. അപ്പം അദ്ദേഹത്തിന് ഈ വന്ന SI ആയിട്ടും പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു. ഞാൻ പരോള് കിട്ടി വളരെ സന്തോഷത്തോടു കൂടി ആളുകളെ പുറം ലോകമൊക്കെ ഒന്ന് കാണാലോ, പുറം വിളിച്ച പോലീസുകാരായിട്ട് സംസാരിച്ചിട്ട് ഒരു ധാരണ പോലീസുകാർ സമ്മതിച്ചു. പോലീസ് വണ്ടി അവിടെ നിന്ന് മാറ്റിയിടാം, കുറച്ചപ്പുറത്ത് ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം അപ്പുറത്താണ് ഈ പറയുന്നത്. അവിടെ ചേട്ടൻ്റെ ഗ്യാരണ്ടിയിലാണ്, ഞാൻ എങ്ങും ഒളിച്ചോടി പോവില്ല എന്നും പ്രശ്നമൊന്നുമില്ല എന്നും പോലീസ് സ്റ്റേഷനിൽ ചേട്ടനാണ്ട് വണ്ടിയിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയൊക്കെ നീക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയി. കല്യാണത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അവിടെ വീട്ടുകാർ സമ്മതിച്ചിട്ട് എഞ്ചിനീയർ രാജപ്പൻ എന്ന് പറയുന്ന എഞ്ചിനീയർ, അവരുടെ ഈ ചടത്തിരാങ്ങള ഉണ്ടായിരുന്നു, അദ്ദേഹവും അങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങേയറ്റം അതിനെതിരായ നിലപാടെടുത്തു. അങ്ങനെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാൾ ഇവിടെ നിൽക്കണ്ട എന്നുള്ള തരത്തിൽ നിലപാടെടുത്തു. അപ്പോൾ അതുകൊണ്ട് പോരേണ്ടി വന്നു. അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴി അവർ വീട്ടിലിറക്കുമ്പോഴും അത്യാവശ്യം വണ്ടിയിൽ നിന്ന് കയ്യാമൊക്കെ വെച്ചാണ് ആദ്യം ആരൊക്കെ ചിലർ കണ്ടു. പക്ഷെ വളരെ സങ്കടകരമായ കാര്യം എന്നല്ല, അന്നത്തെ അവസ്ഥയുടെ ഒരു സ്ഥിതിവിശേഷമാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടും എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ വലിയച്ഛന്മാരും അങ്ങനെയുള്ള ബന്ധുക്കളും ഒരാൾ പോലും എൻ്റെ വീട്ടിലേക്ക് വന്നില്ല. എൻ്റെ അമ്മയും സഹോദരിമാരും അവരവിടെ ഉണ്ടായിരുന്നു. അവർ കുറേ വിഷമിച്ച് അങ്ങേറ്റം ഇതായിട്ട് അവർ കല്യാണത്തിന് അവിടേക്ക് വരിക പോലും ചെയ്തിരുന്നില്ല. ഈ ഞാനില്ല എന്നുള്ള സാഹചര്യത്തിൽ അവർക്ക് അതിന് പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നു ഒരു മണിക്കൂർ സമയത്തോളം ഈ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരതിന് അനുവാദമൊക്കെ തന്നു. വീട്ടിലിരുന്നു, സംസാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് പോകുന്നത്.
അത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട ആളുകളിൽ പലരുടെ ഒരു അവസ്ഥ അതാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ, ഞാൻ ജയിലിലാക്കപ്പെടുന്ന സമയത്തും ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്തും എൻ്റെ വീട്ടിൽ എൻ്റെ വളരെ പ്രായമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് പ്രായമുണ്ട്, അത്യാവശ്യം ചെറിയ സഹോദരി, അവർ വിവാഹം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു സഹായത്തിന് പോലും ഞങ്ങളുടെ ബന്ധുക്കളായ ആളുകൾ ആരും തന്നെ അവിടെ ചെല്ലുമായിരുന്നില്ല, ഒരാൾ പോലും. അപ്പം ഞാൻ വളരെ ഇതോടുകൂടി എപ്പോഴും ഓർക്കുന്ന പേരാണ് സൂതൻ മാഷുടെ പേര്. സത്യമാഷ് ചേട്ടൻ സൂതൻ മാഷ് മരിച്ചുപോയത്. സൂതൻ മാഷ് മാത്രമാണ് ആൾ ട്യൂട്ടോറിയൽ വെള്ളാങ്ങല്ലൂരും ഇരിങ്ങാലക്കുടയും ഒക്കെ ട്യൂട്ടോറിയൽ നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. മെക്കോം കോളേജ്, ഓണേഴ്സ് കോളേജിലും ഒക്കെ ക്ലാസ് എടുക്കുന്നത്, കേംബ്രിഡ്ജ് ഇതിലൊക്കെ. അപ്പോൾ സൂതൻ മാഷ് പക്ഷേ വൈകിട്ട് പോകുമ്പോൾ അമ്മ നോക്കിയിരുന്നാൽ അമ്മ കണ്ടു കഴിഞ്ഞാൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്താണ് വിശേഷം, അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും കറണ്ടിൻ്റെ കാശ് അടയ്ക്കൽ ഉൾപ്പെടെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കലോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരേ ഒരാൾ അന്ന് സൂതൻ മാഷാണ്. സൂതൻ മാഷ അത്രയും നല്ല രീതിയിൽ മറ്റുള്ള ആളുകൾ, പാർട്ടിയുടെ ML ഗ്രൂപ്പിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും, പക്ഷെ അവരൊക്കെ അങ്ങേറ്റം ഭയപ്പെട്ടാണ് ഏത് നിമിഷമാണ് തങ്ങളൊക്കെ പിടിക്കപ്പെടുകയെന്നും എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നുള്ള അവസ്ഥയിലായിരിക്കും അവർ. പ്രത്യേകിച്ചും ഇവരാരും വലിയ രാഷ്ട്രീയ പഠനം നടത്തിയവരോ രാഷ്ട്രീയമായി ഒരുപാട് അറിവ് ഇത് നേടിയവരോ ഒന്നുമല്ല. വളരെ കുറഞ്ഞ കാലത്തെ ഏതാനും മാസങ്ങളുടെ മാത്രം ബന്ധം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അവരാരും പോലും വീട്ടിലേക്ക് വരികയോ വീടും ഞാനൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് അറിയാൻ ഇടവരരുത് എന്ന് കരുതി തന്നെ അവർ മാറി നിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സാഹചര്യം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ അവിടെ 1 മണിക്കൂറോളം തങ്ങി അങ്ങനെ ജയിലിലേക്ക് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിനിടയിലുണ്ടായ ഒരു സംഭവം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുന്നതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. അതായത് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിട്ടല്ല. പക്ഷെ അന്ന് അടിയന്തരാവസ്ഥയിലുള്ള തടവുകാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് പറയുന്ന കൂട്ടത്തിൽ അതുകൂടി പ്രതിപാദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് അങ്ങനെ എത്രയായിരുന്നാലും അടിയന്തരാവസ്ഥ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും പുറത്തു വരും എന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഒരു പരോള് കിട്ടി ഞാൻ വരുമ്പോഴും എൻ്റെ ധാരണ ഇങ്ങനെയെങ്കിലും ഒന്ന് ലോകം കാണാൻ പറ്റിയല്ലോ, ഇനി ഒരിക്കലും ഒരു പക്ഷേ നമ്മുടെ നാടും ഗ്രാമവും കാണാൻ പറ്റും, വീട്ടുകാരെ കാണാം, വീട്ടുകാരെ അവിടെ വരുന്നവർക്ക്, എൻ്റെ അമ്മയോ ആരെങ്കിലും അവിടെ വന്നാൽ അവർക്ക് കാണാം, അതൊഴിച്ച് ആരെയും കാണാൻ പോലും ആ നിയമം അനുസരിച്ച് ജയിൽവാസത്തിൽ പറ്റുന്നില്ല. അപ്പോൾ ഒരിക്കൽ പോലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് അതിനകത്ത് ഓരോരുത്തരും കഴിഞ്ഞിരുന്നത്. എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. 100-100ഓളം പേര് വരുന്ന ആളുകൾ. അത് അവിടെ മാത്രമല്ല, RSSൻ്റെ തടവുകാരായിരുന്നവർ തൊട്ടപ്പുറത്തെ വേറൊരു ബ്ലോക്കിലായിരുന്നു അവരെ മുഴുവൻ താമസിപ്പിച്ചിരുന്നത്. അവരുണ്ടായിരുന്നു കുറേ അധികം പേര്. ഈ സ്പെഷ്യൽ സബ് ജയിലിൽ കുറച്ച് പേര്, വളരെ കുറച്ച് പേരാണ് അന്ന് CPMൻ്റെ നേതാക്കന്മാരും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, സംഘടന കൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഒരു പക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഞാൻ പിന്നീടൊക്കെ കേട്ടിട്ടുള്ള പല സംഭവങ്ങളിലുമൊക്കെ തന്നെ അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല, സാധ്യതയില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഞങ്ങൾ ജയിലിൽ കിടക്കുന്നതിനിടയിലാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടാനിടയാകുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ അപ്രതീക്ഷിതമായി തോൽക്കുന്നു. ഉത്തരേന്ത്യയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഈ അടിയന്തരാവസ്ഥയുടെ ഭീകരത മുഴുവൻ നേരിട്ട് അനുഭവിക്കുകയും അതിനെ പല വിധത്തിലും ചെറുത്തു തോൽപ്പിക്കും. കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ലാത്ത ആളുകൾ, സോഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ സംഘടനാ കോൺഗ്രസ്സുകാരും, കോൺഗ്രസിനകത്തുള്ള ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകളും JP-യുടെ സമരത്തിൽ പങ്കാളികളായിരുന്ന ആളുകളുടെ ഒക്കെ നടത്തിയ വലിയ തോതിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം എന്നുള്ള നിലയ്ക്ക് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാട്ടിൽ മുഴുവൻ, രാജ്യം മുഴുവൻ അച്ചടക്കവും എല്ലാവരും എല്ലാം തന്നെ കൃത്യസമയത്ത് നടക്കുന്നു. ഒന്നിനും ഒരു കോട്ടവുമില്ല, ആരുടെയും എതിർപ്പില്ല, ഒരു ശബ്ദവും എതിരായിട്ട് ഉയരുന്നില്ല. ഒരിടത്തും ഒരു പണിമുടക്കോ ഹർത്താലോ ജാഥയോ പ്രകടനമോ ഒന്നുമില്ല. ആർക്കും ഒരു അലവസരവും ഇല്ലാതെ നന്നായി നടക്കുന്ന ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നല്ല ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് അവരുടെ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തരായ അന്ന് കുറേ ആളുകൾ ഉണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധിയും
ഒരു കിച്ചൺ ക്യാബിനറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഉപജാപക വൃന്ദം, പിന്നീട് പുറത്തു വന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരുപാട് ഉപദേശകർ, ഇവരൊക്കെ തന്നെ VC ശുക്ല എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ഉപദേശം കൊടുത്തു. ഇന്ദിരാഗാന്ധി അത് വിശ്വസിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു. പക്ഷേ കേരളത്തിൽ മാത്രം പരാജയപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് വിലയിരുത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ സംഭവങ്ങൾ മുഴുവൻ പുറത്തറിയുന്നത് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ട് കേന്ദ്രത്തിൽ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ്റെ നേതൃത്വത്തിൽ തന്നെ UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ 20 സീറ്റും കോൺഗ്രസ് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വിലയിരുത്തിയാൽ രാഷ്ട്രീയമായി എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും ഇവിടെ അതിൽ സമരത്തിന് ഇതിനെതിരായിട്ട് അടിയന്തരാവസ്ഥയുടെ ഭീകരത ജനങ്ങളിലേക്ക് എത്തിക്കാനോ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPI എന്ന് ഭരണപക്ഷത്താണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അടിയന്തരാവസ്ഥ നടക്കുന്നത്, കരുണാകരൻ ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ പരാജയം തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാനിടയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമുക്കറിയാം. ഈ രാജൻ്റെ കൊല ഉരുട്ടി കൊന്ന കക്കയം ക്യാമ്പിലെ ഭീകര കഥകൾ, രാജൻ മാത്രമല്ല ഒരുപാട് പേര്, എബ്രഹാം ബെനഹറും അതുപോലെ തന്നെ നിരവധി ആളുകൾ ആ കഥകൾ പുറത്തേക്ക് പറയാൻ തുടങ്ങിയപ്പോഴാണ് അത് പുറത്തു വന്നവിടെ അത്ര ഭീകരതയുടെ പുലിക്കോടനും മധുസൂദനും അതുപോലെ തന്നെ ജയറാം പടിക്കലും തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുണാകരൻ്റെ സംരക്ഷണത്തിൽ അന്ന് അഴിഞ്ഞാടിയ ആ ഭീകര താണ്ഡവത്തിൻ്റെ കഥ പുറത്തു വന്നതോടുകൂടിയാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാജ്യൻ്റെ സംഭവത്തെ തുടർന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലൊക്കെ ഏറ്റെങ്കിലും കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. കോടതിയിൽ രാജൻ സംഭവത്തിൽ രാജനെ പിടിച്ചിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലമൊക്കെ നൽകുകയും അത് പിന്നീട് രാജൻ പിടിക്കപ്പെട്ടു എന്നും കൊല്ലപ്പെട്ടു എന്നൊക്കെ തെളിവുകൾ സാക്ഷിമൊഴികൾ പുറത്തേക്ക് വരികയും ചെയ്തപ്പോൾ അതിനെ തുടർന്ന് കരുണാകരന് രാജിവെച്ച് ഒഴിയേണ്ടി വരികയും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജയിൽവാസം, ഞാനത് ജയിൽവാസത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ അവർ അടിയന്തരാവസ്ഥ ശേഷമുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നു 1977 മാർച്ച് മാസം 24-ാം തീയതിയാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് മോചിതരാകുന്നത്. അതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും ഒറ്റയടിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഞങ്ങൾ വരികയാണ് ചെയ്യുന്നത്, വിടുന്നു. അപ്പോൾ അതിനകം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളും തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടതും അടിയന്തരാവസ്ഥ പിൻവലിച്ചതും കാര്യങ്ങളൊക്കെ പത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ജീവിതം നിയമപ്രകാരം തന്നെ ഇവർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ആ നിയമത്തിൻ്റെ വകുപ്പുകൾ ഉപയോഗിച്ച് ജീവിത അവസാനം വരെ വേണമെങ്കിൽ ജയിലിനകത്ത് ഇടാം എന്നുള്ള ആ സാഹചര്യം നിലനിൽക്കുന്നിടത്താണ് ഒരു വലിയൊരു വെളിച്ചം അവിടേക്ക് കടന്നു വരുന്ന ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിലൂടെ ഇവരെല്ലാം തന്നെ മോചിപ്പിക്കപ്പെടുകയും പുറത്തു വിടുകയും ചെയ്യുന്നത്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഞാൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുറത്തു വന്നിട്ട് ഇവിടെ അന്ന് രാത്രി ഇവിടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെയൊക്കെ പ്രവർത്തിച്ചിരുന്ന CPM-ഉം അതുപോലെ തന്നെ അന്നത്തെ യുവഭാരത മുന്നണി എന്ന് പറയുന്ന JP-യുടെ മൂവ്മെൻറ്റിൻ്റെ ആളുകളൊക്കെ കൂടി കടിശ്ശേരിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ചേർന്ന് വലിയൊരു സ്വീകരണവും ജാഥയും ഒക്കെ പ്രകടനവും ഒക്കെ നടത്തി അങ്ങനെ ഞങ്ങളെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനും ചന്ദ്രനെയൊക്കെ. പിന്നെ അതിനുശേഷം നമുക്ക് പറയാനുള്ളത്, ഞാൻ ഈ രാഷ്ട്രീയമായി പറഞ്ഞു വന്നപ്പോൾ UC നേരത്തെ പലതും സൂചിപ്പിക്കുകയുണ്ടായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇനി ഒരിക്കലും CPM-ന്റെ പ്രവർത്തനമാകും എന്ന് കരുതിയില്ല, ആകില്ല എന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ പാർട്ടിയുടെ പ്രവർത്തകനാകാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അതിനോടുള്ള രാഷ്ട്രീയ ബോധ്യം എനിക്ക് സത്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി. പക്ഷെ അതിനുശേഷം ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപകമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പലയിടത്തും ജനകീയ സാംസ്കാരിക വേദി എന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, സാംസ്കാരിക പ്രവർത്തകർ, ജനകീയ വിചാരണകൾ, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് പിന്നീട് എനിക്ക് വീണ്ടും ഞാൻ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനം എനിക്ക് വാസ്തവത്തിൽ ഒരുപക്ഷെ
ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ ഉപരി എനിക്ക് മനസ്സുകൊണ്ട് യോജിക്കുന്ന സാംസ്കാരിക പ്രവർത്തനമാണ് എന്നുള്ളത് കൊണ്ട് ജനകീയ സാംസ്കാരിക വേദി ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് എന്നുള്ള തോന്നലുകൊണ്ടും ആയിരിക്കാം ഒരുപക്ഷെ ഞാനന്ന് ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനത്തിലേക്ക് സജീവമായി വരുന്നത്. നേരത്തെ യൂസിഫ് സൂചിപ്പിച്ച പോലെ സജീവമായി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ മടിച്ചു വന്നാലും പിന്നീട് പൂർണ്ണ സമയവും ഞാൻ ഏതാനും വർഷക്കാലത്തോളം ജനകീയ സാംസ്കാരിക വേദി പിന്നീട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ നിർജ്ജീവമാകപ്പെടുന്ന ആ സമയം വരെ അതിനകത്ത് പൂർണ്ണമായും സജീവമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ഇപ്പം അടിയന്തരാവസ്ഥ കാലത്തൊക്കെ രഹസ്യമായി അവിടെയും ഇവിടെയും 4 പോസ്റ്റർ ഒട്ടിച്ച് നക്സൽബാരി സിന്ദാബാദും തോക്കിൻകുടലിലൂടെയൊക്കെ എഴുതി വെച്ചതിന് പകരം ഈ കുഴിക്കാട്ടുശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും മുഴുവൻ തന്നെ ജനകീയ സാംസ്കാരിക വേദിയുടെ പേരിൽ നിരന്തരം പകൽ വെളിച്ചത്തിൽ പ്രകടനങ്ങൾ നടത്താനും നിറയെ പോസ്റ്ററുകൾ ഒട്ടിക്കാനും ഒക്കെ തന്നെ അന്ന് നടന്നിട്ടുണ്ട്. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന നാടകങ്ങൾ, അമ്മ നാടകം, മധുമാഷൊക്കെ അഭിനയിച്ച അമ്മ നാടകം, ഇവിടെ ദിനേശൻ ഇവിടെ ഉണ്ടായിരുന്നു. ദിനേശൻ്റെ ഒക്കെ ഉറുവത്തുംപീടിയുടെ അവിടെ അടുത്തുള്ള ആ പറമ്പിൽ അമ്മ നാടകം അവിടെ സ്റ്റേജ് കിട്ടി. മുടിലിക്കുളം കുമാരേട്ടൻ ദിനേശൻ്റെ അവരുടെ പറമ്പിൽ ആ നാടകം കളിച്ചത് ജനകീയ സാംസ്കാരിക വേദിയുടെ കാലത്ത്. അത് വലിയ തോതിൽ നൂറുകണക്കിനെന്ന് പറഞ്ഞുകൂടെ ആയിരക്കണക്കിനെന്ന് പറഞ്ഞുള്ള ആളുകൾ വരികയും കാണുകയും ചെയ്ത നാടകം. അതുപോലെ തന്നെ സ്പാർട്ടക്കസ് നാടകം അവതരിപ്പിക്കുന്നത്, നാടുകത്തിക നാടകം 2-3 പേര് അക്ഷരത്തിറയിലും താഴെക്കാട് സമയത്ത് കളിക്കുന്നുണ്ട്, അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സുരാസു എന്ന് പറയുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട കവി, സിനിമാക്കാരനും ഒക്കെ ആയിട്ടുള്ള സുരാസു മൊഴിയാട്ടം എന്ന പേരിൽ കടമ്പനിട്ടയുടെ കവിതകളും ചുള്ളിക്കാടിൻ്റെ കവിതകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് നടത്തിയ ഒരു സാംസ്കാരിക പരിപാടി അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗത്തും അന്ന് ഈ സാംസ്കാരിക വേദിക്ക് വേണ്ടി നടത്തിയിരുന്നു. അന്ന് അതിവിടെ കൊമ്പുടിയിലും താഴേക്കാടും അത് അഷ്ടമിച്ചിറയിലും ചാലക്കുടിയിലും ഒക്കെ തന്നെ മൊഴിയാട്ടം പരിപാടി അതിങ്ങനെ ആ അഷ്ടമിച്ചിറ ജംഗ്ഷനിലും ചാലക്കുടിയിലും ഒക്കെ നടത്തുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് അത് കേൾക്കാനും ഇതിനൊക്കെ തന്നെ തടിച്ചുകൂടിയിരുന്നത്. അതിനുശേഷമാണ് ഈ ചാലക്കുടിയിൽ ഞങ്ങൾ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനമായിട്ട് കൂടുതൽ ബന്ധപ്പെടുകയും മേലൂരിലെ അവിടെ ചില സുഹൃത്തുക്കൾ അവിടെ പ്രകടനം നടത്തുകയും സാംസ്കാരിക വേദിയുടെ ഭാഗമായിട്ട് പ്രകടനം നടത്തുകയും ചെയ്തു. അവർക്ക് മർദ്ദനമേൽക്കേണ്ടി വരുന്നു. അങ്ങനെ അതിനെ തുടർന്നാണ് മേലൂരിൽ ഞങ്ങൾ തെരുവ് നാടകം ഇരുട്ട് ചോക്കുമ്പോൾ അന്ന് തെരുവ് നാടകവും ആയിട്ട് മേലൂരിലേക്ക് പോകുന്നത്. മേലൂരിൽ പോകുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് തന്നെ പ്രകടനമായിട്ടാണ് ഞങ്ങൾ മേലൂരിലേക്ക് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലും ഒക്കെ പാടിക്കൊണ്ട് ഒരുപാട് പേര് അഷ്ടമിത്തറയിലുള്ളവർ, കുഴിക്കാട്ടുശ്ശേരിയിലുള്ളവർ, നേരത്തെ സൂചിപ്പിച്ചു ഫ്രാൻസിസിൻ്റെയും ആൽബർട്ടിൻ്റെയും കാര്യം കാരൂരിൽ നിന്നുള്ളവർ, അതുപോലെ തന്നെ അഷ്ടമിത്തറയിലുള്ള പിയും കരുണനും സൂപ്പരനും തങ്കപ്പനും തുടങ്ങി കുറേ അധികം പേര് അഷ്ടമിത്തറയിൽ നിന്നുള്ള ആളുകൾ. കുഴിക്കാട്ടുശ്ശേരിയിൽ നിന്ന് തന്നെ ചന്ദ്രൻ അന്ന് ജയിലിൽ നിന്ന് വിട്ട് ജയിൽവാസം കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹം പാർട്ടിയുമായി ബന്ധപ്പെടാൻ ഉണ്ടായില്ല. സാംസ്കാരിക വേദിയുമായും ബന്ധപ്പെടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല, പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ചന്ദ്രൻ്റെ അനിയൻ സുബ്രഹ്മണ്യൻ ഞങ്ങളോടൊപ്പം വളരെ സജീവമായിട്ട് ഈ മേലൂരിലേക്കുള്ള യാത്രകൾ ഉൾപ്പെടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് ഇല്ലാതിരുന്ന രാമകൃഷ്ണൻ, മനുവിൻ്റെയൊക്കെ അച്ഛൻ, അത് മനുവിൻ്റെ ചേട്ടന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ആദ്യത്തെ ആ പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവരൊന്നും സജീവമായിട്ട് ഈ രംഗത്തേക്ക് വരുന്നില്ല. സാംസ്കാരിക വേദിക്കാലത്ത് വിദ്യാർത്ഥിയായിരുന്ന KKTയിൽ പഠിച്ചുകൊണ്ടിരുന്ന രാമകൃഷ്ണൻ അന്ന് ഈ രംഗത്തേക്ക് വരികയും മുഴുവൻ സമയവും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മേലൂരിൽ 6-7 വട്ടം ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊക്കെ രാമകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു. കയ്യൊടിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ സൂചിപ്പിക്കേണ്ട, പക്ഷെ അത് രാമകൃഷ്ണൻ്റെ അല്ല, സുബ്രഹ്മണ്യൻ്റെയാണ്. അവിടുത്തെ അവസാന വട്ടമുണ്ടായ മർദ്ദനത്തിൽ കൈ തല്ലി ഒടിച്ച് സുബ്രഹ്മണ്യൻ്റെ ഒരു കൈ തല്ലി ഒടിച്ചിരുന്നു. അത് മേലൂർ അങ്ങനെ നിരവധി വട്ടമാണ് മർദ്ദനങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു വട്ടം അവിടെ ഓടിച്ചിപ്പോൾ എന്നെയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നിലത്ത് കമിഴ്ന്ന് തട്ടിയിട്ട് കമിഴ്ത്തി കിടക്കുമ്പോൾ പുറത്തൊക്കെ ഭീകരമായ വിധത്തിൽ ചവിട്ടി ഒരുപാട് മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് മർദ്ദനമാണ് അന്ന് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചാലക്കുടി പുഴയിലേക്ക് വെട്ടുകടവ്, അന്ന് പാലമൊന്നുമില്ല അവിടെ, വെട്ടുകടവിൽ ആ പുഴയിലേക്ക് ചാടിച്ചു. ആ പുഴയിൽ 2 മുണ്ടകൾ, രവി എന്ന് പറയുന്നു, റപ്പായി എന്ന് പറയുന്ന 2 മുണ്ടകൾ ചേർന്ന് ചാടിച്ച് അവരും കൂടി പുഴയിൽ കൂടെ വന്ന്
പുഴ കടത്തി പുഴയിൽ നടുക്കത്തറ ഇവർക്ക് രണ്ടുപേർക്ക് ഉയരം കുറവായതുകൊണ്ട് അവർ മുങ്ങിപ്പോകും എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോൾ അവരെന്നെ വിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പുറത്തുണ്ടായിരുന്ന മണൽ വാരുന്ന തൊഴിലാളികളോട് അവർ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്, കള്ളന്മാരാണ്, അവിടെ നിന്ന് പിടിച്ച് നാട്ടുകാർ തല്ലി ഓടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, പിടിച്ചോ അവരെ എന്ന് പറഞ്ഞു. പക്ഷേ യാദൃശ്ചികമായിട്ട് അതൊരു യാദൃശ്ചിക സംഭവമാണ്. അവിടെ അപ്പുറത്ത് നിന്ന് ഒരാൾ കടന്നു വരുന്നത് PS സത്യാനന്ദൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. NGO അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവൊക്കെ ആയിരുന്നു പിന്നീട് സത്യാനന്ദൻ. ആ സത്യാനന്ദൻ കടന്നു വന്നിട്ടാണ് ഇവരോട് പറയുന്നത്, ഈ മണൽ വരുന്ന തൊഴിലാളികളോടല്ല, ഇവർ നക്സലൈറ്റ് പ്രവർത്തകരാണ്, രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ നിന്ന് ഇവർ തല്ലി ഓടിച്ചിട്ട് വരുന്നതാണ്, നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്തില്ല. അങ്ങനെ വഴി കാണിച്ചു വന്നത് ആശുപത്രിയിലേക്ക് പോകാൻ. എൻ്റെ ദേഹത്തുനിന്ന് പല ഭാഗത്തുനിന്നും മൂക്കി നടക്കുന്ന രക്തമൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകാനുള്ള വഴി അദ്ദേഹമാണ് കാണിച്ചു തന്നത് ആ സമയത്ത്. പിന്നെ മറ്റൊരിക്കൽ അന്ന് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർക്കുന്ന ചില ആളുകളാണ്. VD തോമസ് എന്ന് പറയുന്ന, ഇപ്പോഴും അവിടെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് ഇരിക്കുന്ന VD തോമസ് ഒരു വട്ടം എല്ലാവരെയും മർദ്ദിച്ച് അങ്ങേയറ്റമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ മൂക്കിനൊക്കെ നല്ലൊരു ഇടിയൊക്കെ തന്നപ്പോൾ മൂക്കിൽ നിന്ന് നിറയെ ചോരയൊക്കെ ചാടി റോട്ടിലേക്ക് എത്തി. നമ്മൾ ഓടിയൊന്നുമില്ല, വാസ്തവത്തിൽ ഓടിയില്ല, റോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2-3 ബസ് കൈ കാണിച്ചു. ബസ്സുകളൊന്നും നിർത്തിയില്ല, ഈ അവസ്ഥയിൽ കയറ്റാൻ തയ്യാറായില്ല. ആ സമയത്ത് ഈ VD തോമസ് എന്ന് പറയുന്ന അവിടുത്തെ CPMൻ്റെ അന്നത്തെ ചെറുപ്പക്കാരനായ KSY ഇപ്പോൾ എന്താണ് അന്നുണ്ടായിരുന്നത്, അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് വടക്കൻ്റെ തോമസ്. VD തോമസ് വന്നിട്ട് അവിടെ ചായക്കടയിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ട് തന്ന് മുഖമൊക്കെ എല്ലാം കഴുകി ഷർട്ടിലായിരുന്നു ചോരയൊക്കെ കഴുകി തന്നിട്ട് ബസ് നിർത്തി, കൈ കാണിച്ച് നിർത്തി ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് അന്ന് അവിടെ നിന്ന് ഒരു വട്ടം മർദ്ദനമേറ്റിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന രാഷ്ട്രീയമാണ് അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം. CPMൻ്റെ ഈ PS സത്യാനന്ദൻ എന്ന് പറഞ്ഞ ആൾ മേലൂരിലെ അന്നത്തെ ഈ ഗുണ്ടായുസത്തിനും പാർട്ടി കൊലപാതക രാഷ്ട്രീയത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന PS രാജൻ എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു പിന്നീട് അദ്ദേഹം CPMൻ്റെ PS രാജൻ മാഷ്. ആ രാജൻ മാഷ് അനിയനാണ് ഈ കോൺഗ്രസ് നേതാവായിരുന്ന സത്യാനന്ദൻ എന്നെ ഒരിക്കൽ ഈ കടവിൽ വെച്ച് രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഈ രാജമാഷയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ട രാഷ്ട്രീയമാണെന്ന് മേലൂർ നടന്നത്. തലശ്ശേരിയിലും ഇവിടെയൊക്കെ തന്നെ ഈ ഇത് വെച്ചിട്ട് കൊലപാതകത്തിൻ്റെ ലിസ്റ്റ് 1-1 എന്ന് കൊന്നവരുടെ കോൺഗ്രസ്സുകാരൻ 1, CPM 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റ് വയ്ക്കി ഓരോ ദിവസവും പ്രദർശിപ്പിക്കുന്ന പോലെ മേലൂരും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കോൺഗ്രസിൻ്റെ പക്ഷത്തും CPM പക്ഷത്തൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളൊക്കെ അന്ന് ഈ ഇവരുടെ കൊലപാതകത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയാക്കുന്നൊരു കാര്യം UCL സൂചിപ്പിക്കണ്ടായി, പാർട്ടിയുടെ വലിയൊരു അങ്ങേയറ്റം തെറ്റായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. ആത്മത്യാഗത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നൊരു ഇതാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത്. അതായത് എവിടെയൊക്കെ പാർട്ടിക്കാർ തല്ലിയാലും തിരിച്ചടിക്കാൻ പാടില്ല, തല്ല് കൊള്ളുക പാടുള്ളൂ, അവർക്ക് മാനസാന്തരം വരണം. ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ട പാർട്ടിക്കാരാണ്, പാർട്ടി പ്രവർത്തകരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അതുകൊണ്ട് CPM അവരങ്ങനെയുള്ള ആരെങ്കിലും മർദ്ദിച്ചാൽ തിരിച്ചടിക്കരുത് എന്നാണ് പാർട്ടി അതുപോലെ തന്നെ ജനകീയ സാംസ്കാരിക വേദിയുടെ നേതൃത്വവും ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ തല്ലുകൊണ്ടു, അത് നമുക്ക് ദഹിച്ചിട്ടൊന്നും ആയിരുന്നില്ല, ബോധ്യപ്പെട്ടിട്ടും ആയിരുന്നില്ല അതൊക്കെ നമ്മൾ സ്വീകരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ നിന്ന് തല്ലുകൊള്ളുക, മുദ്രാവാക്യം വിളിക്കുക, ഇന്റർനാഷണൽ ചൊല്ലുക, മുദ്രാവാക്യം വിളിച്ച് നിന്ന് തല്ലുകൊള്ളുക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. വാസ്തവത്തിൽ മേലൂരിലെ ഗുണ്ടകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്രയും ഭീകരരായ ഗുണ്ടകളാണെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്ര ആളുകൾ ഇവിടെ നിന്ന് നമ്മുടെ ജനകീയ സാംസ്കാരിക വേദിയുടെ കൂടെ അന്ന് മാർച്ച് നടത്തി മേലൂരിലേക്ക് ചാലക്കുടിയിൽ നിന്ന് പോയിരുന്നവരിലുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം എന്ത് ചെയ്യാൻ ചങ്കൂറ്റമുള്ള തൻ്റെ ഇടമുള്ള ആരോഗ്യമുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിൻ്റെ പേരിൽ നിന്ന് തല്ലുകൊള്ളുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ സാംസ്കാരിക വേദി തകരുകയും ഒക്കെ ചെയ്തു. അതിന് രാഷ്ട്രീയമായ പല കാര്യങ്ങളുണ്ട്. ML പ്രസ്ഥാനവും സാംസ്കാരിക വേദിയും ഒക്കെ തമ്മിലുള്ള ചില രാഷ്ട്രീയമായ പ്രശ്നങ്ങളും അതിൽ ഇടപെടലുകളും ഒക്കെ തന്നെയാണ് സ്വതന്ത്രമായി സാംസ്കാരിക വേദിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യവും ഒക്കെ തന്നെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനെ തുടർന്ന് സാംസ്കാരിക വേദിക്ക് നിർജ്ജീവമായി തുടർന്നാണ് ഞാനും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആ രംഗത്ത് നിന്ന് പിന്മാറുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക വേദിയിലെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ള ആ സമയത്തും CPML എന്ന് പറയുന്ന പാർട്ടിയുടെ ബാനറിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ അതിനുശേഷവും സാംസ്കാരിക വേദിയിൽ നിന്ന് അതിൻ്റെ പ്രവർത്തനത്തിന് പിന്മാറിയ ശേഷവും ഒരു CPML പ്രസ്ഥാനവുമായും ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിച്ച നിലപാടെടുക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ UCയുടെ പാർട്ടി പിന്നീട് പിളരുകയും റെഡ് ഫ്ലാഗും റെഡ് സ്റ്റാറും CRC CPMലും വേണുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും ഒക്കെ തന്നെ ഉണ്ടാവുകയും യുവജനവേദിയും കേരളീയ യുവജനവേദിയും ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒന്നും അതിൻ്റെ രാഷ്ട്രീയ ധാരയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും പങ്കാളിയാവുകയും ചെയ്തിട്ടില്ല. മറ്റു തരത്തിലുള്ള ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമാണ് അതിനുശേഷവും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. വായനശാലയായിരുന്നാലും അതിനുശേഷവും ഗ്രാമ്യ വിചാരവേദിയായിരുന്നാലും ഗ്രാമികയായിരുന്നാലും അതുപോലെ ചെറിയ ചെറിയ ജനകീയ പ്രതിരോധ ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പല ഭാഗത്തും പല പ്രശ്നങ്ങളിലും ബസ് വർധനവിനെതിരായിരുന്നാലും ചാലക്കുടി പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നാലും അങ്ങനെ പല തരത്തിലുള്ള നാളെയിലെ യഹൂദ സ്മാരകങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നാലും ഒക്കെ തന്നെ ആ കാലം മുതൽ പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള സംവിധാനങ്ങളുമായി അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമായി ഒക്കെ സഹകരിച്ച് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ സ്വീകരിച്ച് രാഷ്ട്രീയമായി പലപ്പോഴും അവസരവാദി എന്ന് മുദ്രയടിക്കപ്പെടാനായിട്ട് എല്ലാ അർത്ഥത്തിലും യോഗ്യനായ ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന്. കാരണം രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ പോലും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇന്ദിരാഗാന്ധിയാണോ എതിർക്കേണ്ടത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കണോ, രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയണോ, രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കണോ, ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കും, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി ശരിയെന്ന് അതാത് സമയത്ത് തോന്നുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചാണ്, എനിക്ക് ബോധ്യപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ CPML പ്രസ്ഥാനവും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലത്ത് ഉണ്ടായിട്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ നിന്നും ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ള കുറേ തിരിച്ചറിവുകളും അനുഭവങ്ങളുമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നെ സഹായിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. വളരെ ചെറുതാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാനാണ് ഞാനെപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാമെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ UC ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറത്ത് വ്യക്തിപരമായ എൻ്റെ സംഘടനാ പ്രവർത്തനവും മറ്റു കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിച്ചത്. അതൊരു പക്ഷേ ഇത് കേൾക്കാൻ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യം ആയിക്കൊള്ളുന്നില്ല, എങ്കിലും ഞാൻ അതുകൂടി പങ്കുവയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതുവരെ ഞാൻ സംസാരിച്ചതിന് വ്യത്യസ്തമായി അടിയന്തരാവസ്ഥയുടെ അതിൻ്റെ വിശകലനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും UC നേരത്തെ സംസാരിക്കേണ്ടായില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി UCക്ക് അതിൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളെക്കുറിച്ചും കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ജയിൽവാസവും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് ഉണ്ണിച്ചക്കൻ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകളിൽ താല്പര്യമുള്ള ആളുകൾ അവരുടെ സംശയങ്ങളോ ചോദ്യങ്ങളോ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ എനിക്ക് പറ്റാവുന്ന മറുപടികൾ ഞാൻ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായ അനുഭവങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ വിശദീകരിക്കാൻ കഴിഞ്ഞേക്കും. മറ്റ് പ്രത്യയശാസ്ത്രപരമോ ദാർശനികമായ വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച ഒരുപക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ വിശദീകരിക്കാൻ ചിലപ്പോൾ ശക്തനായെന്ന് വരില്ല. എങ്കിലും പറ്റാവുന്ന വിധത്തിൽ പറയാം. എല്ലാ വിധത്തിലും എല്ലാ ആളുകളും പറ്റാവുന്നവർ അതിനകത്ത് ആവശ്യമുള്ള വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉന്നയിക്കുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നേരം ഇത് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കി തന്നതിന് ഗ്രാമിക ചർച്ചാവേദിയുടെ ഭാരവാഹികൾക്ക് ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷമായ ഈ സമയത്തെങ്കിലും എനിക്ക് ഇത്തരത്തിൽ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറയാനൊരു അവസരം ലഭിക്കുന്നത്. ഞാനധികം ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കാര്യമായി സംസാരിച്ചിട്ടുള്ള ആളെയല്ല. എൻ്റെ അനുഭവങ്ങളൊന്നും കാര്യമായി ആരോടും പങ്കുവച്ചിട്ടില്ല. ജയിലിലൊക്കെ കിടന്ന കാര്യം ആരെങ്കിലും കേട്ടിട്ടോ മറ്റോ ചോദിക്കുമ്പോൾ മാത്രമാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റുള്ള തരത്തിൽ ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ കോഴിക്കാടിശ്ശേരിയിൽ പടിഞ്ഞാറ്റുമുറിയിൽ അല്ലെങ്കിൽ തുമ്പൂര് അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ബന്ധപ്പെട്ടിരുന്ന ആളുകൾ, ഇവിടെ ഷെൽട്ടറുകൾ ഉപയോഗിച്ചിരുന്ന വീടുകൾ അന്ന് അതുപോലെ തന്നെ അത്തരത്തിൽ നടന്നിരുന്ന ഇതൊന്നും തന്നെ നമ്മൾ ഒരിക്കലും കാര്യമായി ഒരു സ്ഥലത്തും പറയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ 50-ാം വർഷത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി പറയേണ്ടതാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ സൂചിപ്പിച്ചത്. അതിലൊക്കെ ആർക്കെങ്കിലും
അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മോഹനും വേലായുധനും ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ സംസാരിച്ചിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. അവർക്ക് അതിനോട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരുകളും അവരുടെ വീടുകളും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടിയൊക്കെ സൂചിപ്പിച്ചത്. അത് എല്ലാവരോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എപ്പോഴെങ്കിലും ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അതിൽ സംസാരിക്കാൻ വേണ്ടി വന്നിട്ട് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചുള്ള കേരളത്തിലെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ 50-ാം വർഷത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും ഇനി അടുത്ത ജൂലൈ ഈ മാസം തന്നെ 26-ാം തീയതി വലിയൊരു പ്രഭാഷണം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആർ രാജഗോപാലിൻ്റെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ മനസ്സിൽ കാണുന്ന ഗ്രാമിക അതിനകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യം ഒരു പ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥയായിരുന്നു ഇന്ത്യയിൽ നടന്നിരുന്നതെങ്കിൽ ഇന്ന് അന്ന് നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഭരണഘടനയെ പിടിച്ച് ഭരണഘടനയുടെ സാധ്യതകളുള്ള ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് ഭരണഘടനാ വകുപ്പുകൾ അനുസരിച്ച് തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നിയമവിരുദ്ധമായ കസ്റ്റഡികളും അറസ്റ്റുകളും കൊലപാതകങ്ങളും ഇതൊക്കെ തന്നെ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഇത് ഒന്നുമില്ലാതെ തന്നെ ഭരണഘടനയെ തന്നെ നിഷ്പ്രഭമാക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ ഭരണഘടനയുടെ വകുപ്പ് ഒന്നും ബാധ കോടതികളെയും നീതിന്യായ സംവിധാനത്തെയും ഒക്കെ തന്നെ നിശബ്ദമാക്കിക്കൊണ്ട് ഇന്ന് ഏറ്റവും അപ്രഖ്യാപിതമായ രൂപത്തിൽ അടിയന്തരാവസ്ഥയേക്കാൾ മോശമായ രീതിയിൽ പല കാര്യങ്ങളും ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ അടിയന്തരാവസ്ഥ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്, അതിൻ്റെ ഓർമ്മകൾ പുതുക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് കൂടിയാണ് ഈ ചർച്ചാവേദി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും എന്നോട് ഈ അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അടുത്തൊരു പ്രഭാഷണം കൂടി നമ്മൾ അതേക്കുറിച്ച് സംഘടിപ്പിക്കുന്നതും അവിടെയും സംവാദത്തിന് അവസരമുണ്ട്. പ്രഭാഷണത്തിന് ശേഷം സംവാദത്തിനുള്ള വേദി കൂടി ആ പരിപാടിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ പ്രമുഖരായ ആളുകളൊക്കെ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ്. മന്ത്രി ശ്രീ രാജനുണ്ട്, ഗോപികൃഷ്ണനുണ്ട്, രാജഗോപാലുണ്ട്, അങ്ങനെ പലരും ഉള്ളതാണ്. പക്ഷെ എന്നാലും സദസ്സിലുള്ളവർ കൂടി അതിനകത്ത് പങ്കെടുക്കാനും ഇടപെടാനുമുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് സാധാരണ എന്നും ചെയ്യാറുള്ള പോലെ ഗ്രാമിക ചർച്ചാ പരിപാടി സ്മാരക പ്രഭാഷണവും ഒരുക്കിയിട്ടുള്ളത്. അതിലേക്കും ഒരിക്കൽ കൂടി എല്ലാവരുടെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. UC കുറച്ച് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, കുറച്ച് കാര്യങ്ങൾ. ഒപ്പം തന്നെ മറ്റുള്ള ഇവിടെ വന്നിട്ടുള്ള ആളുകളും വ്യക്തികളും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുള്ളവരും രഘുമാഷെ പോലുള്ള ആളുകളുണ്ട്, മറ്റു പലരും ഉണ്ട്, അവരും സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കും കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു.